നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. ചേലൂർക്കുന്ന് അന്ധവിശ്വാസങ്ങളാലും കെട്ടുകഥകളാലും പിണഞ്ഞു കിടക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ ദേശത്തിനു കഴിഞ്ഞു. എന്നാൽ ചേലൂർക്കുന്ന് നിവാസികൾക്ക് ഇവയൊന്നും തന്നെ കെട്ടുകഥകളോ അന്ധവിശ്വാസങ്ങളോ അല്ലായിരുന്നു. അവരുടെ വിശ്വാസങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു. എന്നും ചേലൂർക്കുന്നിന്റെ അഭിവൃദ്ധിക്കായി യത്നിച്ചവരായിരുന്നു സൂര്യകാലടിമലയിലെ പ്രശസ്തരായ മാന്ത്രികർ. മന്ത്രാർച്ചന ചെയ്ത് മൂർത്തിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആവാഹനമാണ്. അഥർവ മന്ത്രങ്ങളാണ് ഇനി പ്രയോഗിക്കുവാൻ പോകുന്നത്. ഒരു കടുകുമണിക്ക് പോലും പിഴയ്ക്കരുത്. പിഴച്ചാൽ ആവാഹനമൂർത്തിക്ക് പകരം മറ്റൊരു പിശാചായിരിക്കും ജന്മം കൊള്ളുക. നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടോ? എങ്കിൽ പൂവും ചന്ദ്രവും എടുത്ത് കയ്യിൽ വെച്ചോളൂ. ചതിച്ചല്ലോ ദൈവമേ, ഇറങ്ങിപ്പോ. എന്റെ കുലം നീ നശിപ്പിച്ചല്ലോ.
ഉച്ചാരണക്രിയകളിലും മാരണകർമ്മങ്ങളിലും അഗ്രഗണ്യരായിരുന്ന മാന്ത്രികരുടെ ചെറിയൊരു പിഴവിനാൽ വലിയൊരു ദുരന്തമായിരുന്നു ചേലൂർ കുന്നിനെ കാത്തിരുന്നത്. ആ യാഗശാലയിൽ ജന്മമെടുത്ത ആ പിശാചിനെ ചേലൂർ കുന്നിലുള്ളവർ ഗുളികനെന്നും ചിലർ ഇരുട്ടുഗുളികനെന്നും വിളിച്ചു. ആ ഗുളികന്റെ ജനനത്തോടെ ശാപഭൂമിയായി തീർന്ന ചേലൂർ കുന്നിനെ രക്ഷിക്കാൻ കൽപ്പുള്ള കഴിവും ശക്തിയും ഒത്തിണങ്ങിയ ഒരു ദേവചൈതന്യത്തെ കാത്ത് ആ ദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ചെകുത്താമൂരിലെ പിള്ളേരോടൊന്നും മയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ദേഹം നോവാതെ ഉത്സവം ആഘോഷിക്കാം. അതുകൊണ്ട് പറഞ്ഞതാ. താൻ അമ്പലം പ്രസിഡന്റ് അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നല്ലല്ലോ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അടുത്ത വർഷം ഉറിയടിച്ച് ഞങ്ങൾ അമ്മിണി മൂന്നല്ല പിള്ളേര് ഭഗവതിക്ക് കലശം ആടും. ഇതെന്റെ അമ്മ അമ്മിണിയാണ് സത്യം. ഓ, ഇത് നിന്റെ 17ാമത്തെ വയസ്സ് തൊട്ട് ഇട്ടു തുടങ്ങിയ സത്യ. നീ ചെല്ല് കാണാടോ. പ്രകാശ, അമ്മയെ ഈ പ്രസിഡന്റ് പ്രത്യേകം ഒന്ന് അന്വേഷിച്ചു പറഞ്ഞേക്കൂ. തന്നെ മോളെ ഞാനും അന്വേഷിച്ചു പറഞ്ഞേക്കാം. അവനോട് നേരിട്ട് പറഞ്ഞാ പോരെ. അങ്ങനെ ആ മണിക്കൂട്ടാ ഒന്ന് പിടിക്കടാ. ഒന്ന് പോടോ. ഞാൻ കുപ്പി മേടിച്ച കണക്ക് എവിടെ കുളിക്കുന്ന ആലോചിക്കുമ്പോഴാ ഒരു 500 ഇവിടെ കായൽ പണിക്കിട. നീ എവിടെ നീ കൊള്ളിക്ക്. ഓ 500 ഒടിയേറ്റ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഇതിന്റെ പേരിലെ കുടി. പേടിപ്പിക്കുന്നോണേ ചേട്ടാ. ചേട്ടൻ ഇപ്രാവശ്യത്തെ ഊത്ത് അത്ര പോലെ. അത് കുഞ്ഞിനെ എന്റെ കഴിവിനെ പറ്റി അറിയാഞ്ഞത് കൊണ്ടാ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക്. ഇലഞ്ഞിത്തറയിലും ഒറ്റപ്പാലത്തും പ്രിൻസിപ്പൽ സ്റ്റാൻഡിന്റെ പിൻവശത്തും ഒന്ന് ചോദിച്ചു നോക്ക്. ശരി ശരി, ഇന്നാ പേടി. എന്താ കുഞ്ഞെ 100 രൂപ കുറവുണ്ടല്ലോ. അത് മതി. കിട്ടിയത് വാങ്ങി സ്ഥലം ഇവിടെ നോക്ക്. അതെന്താ കുഞ്ഞെ, ഇത് ഇവന്മാർക്ക് വീതിച്ചു കൊടുത്താ പിന്നെ എനിക്ക് 2 അടിക്കാൻ തികയൂല. ചേട്ടനടിക്കും. ഓ പിന്നെ അതെ വാ. അതെ നിങ്ങൾ നോക്കോ, ഞാനങ്ങോട്ട് വന്നോ. എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാ എന്ത് കഴിക്കണ്ടേ? ഞാൻ കഴിക്കില്ല. ഇരിക്കില്ലേ? ചെറിയൊരു പണി കൊടുത്തതാ. എന്ത്
പറ്റിയിട്ട് പ്രകാശ മേത്താകെ ചെളി പറ്റിയിട്ടുണ്ടല്ലോ. സതീശ വേണ്ട, അമ്മണി മൂലയിലെ പിള്ളേരോട് തന്നെ വേഷം കെട്ട് വേണ്ട. ചെലുത്താമൂല പിള്ളേർ നിന്റെ വേഷം കെട്ട് വരാം. വേഷം കെട്ടിട്ട് നീ എന്ത് ചെയ്യടാ? പോടാ. എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യടാ? പിള്ളേർക്ക് എത്ര ധൈര്യമായോ? വേണ്ട പോടി അടിക്കണോട് നിനക്ക്. നിങ്ങൾക്കോ? പോടാ. നിങ്ങൾക്കോ? ഏയ് നിനക്ക് അടിക്കണോടാ. അമ്മോ പണി പാളി ഇട്ടോ.
അങ്ങനെയാണ് കാര്യങ്ങള്. അതെല്ലാം പോട്ടെ, നിനക്കിപ്പോ എത്ര കുട്ടികളായി? എന്താ ചക്ക ഓൻ്റെ ഒരു കിന്നാരം. ഞാൻ പോട്ടെ. ആ മോനെ പോയിട്ട് വാ. ആ പോട്ടെ അമ്മേ. ആ ഇടയ്ക്കൊക്കെ വന്നോളൂ കേട്ടോ. എന്താടാ അമ്മേ. ये क्या पागल हो गया? എടാ ഇവനെന്താടാ ഇവിടെ? ആ പിശാച് വന്നപ്പോ ഓടി കയറിയതാ. അത് ശരി. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. എന്തായാലും ഞാൻ നായരച്ചനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നായരച്ചനോ? ആ എന്റെ ഭഗവാനെ, ഇവിടെ ഇനി എന്തൊക്കെ നടക്കാൻ പോണേ? എനിക്ക് വയ്യ ഒന്ന് കാണാനും കേൾക്കാനും. എനിക്ക് തോന്നുന്നില്ല അയാൾ വരുന്ന്. ഈ ഗുളികനെ പേടിച്ചാൽ പുറത്തിറങ്ങാറില്ലെന്നാ കേട്ട്. ആ അത് ശരിയാ കേട്ടാ. ഈ കേട്ട മന്ത്രവാദികളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന നായരച്ചനാണല്ലോ. ഈ പിശാചൊക്കെ മുഴുവൻ അങ്ങോട്ട് ദേഷ്യമായിരിക്കും. അയാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം. എത്ര ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ചു കഴിയാ. ആ അത് ശരിയാ. നായരച്ചു, നായരച്ചു. അയ്യോ ആളെ പേടിപ്പിക്കാൻ. ഇത് എന്നാണ് ഇത്? ഇത് ഞാനാ സുനിമോൻ. ആ ഇത് ഞങ്ങളൊക്കെ തന്നെയാ. താനേനു ആ ഞാൻ വിചാരിച്ച സർലേന്റെ അച്ഛനേക്കും. ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് മുൻകൈ എടുത്തിറങ്ങിയിട്ട് താൻ ഇങ്ങനെ വാതിൽ അടച്ച് വീട്ടിൽ കയറുന്ന ഞങ്ങൾ എന്താ ചെയ്യാ? അതെ ഈ നാട്ടിൽ എന്താണ്ട് പ്രശ്നം? പുളികനെ. അയ്യോ എടോ, നിങ്ങളൊക്കെ കൂടെ എന്നെ കൊലക്കി കൊടുക്കാൻ പോവാണോ? എന്തേ? എടോ, ആ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ എത്ര കൊടി കെട്ടിയ മന്ത്രവാദികളെ ഞാൻ കൊണ്ടുവന്ന്. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? കാര്യം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. ആ കണ്ടോ? അത് ശരിയാണ്. ഓരോ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ഇപ്പൊ ഞാനാണല്ലോ ചെലവിന് കൊടുക്കണത്. അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. നീ വയ്യടാ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടെ ചെലവിന് കൊടുക്കാനുള്ള കെൽപ്പിക്കില്ല. അതുകൊണ്ടാണ്. നായരച്ചൻ അങ്ങനെ പറയരുത്. എടോ സത്യമായിട്ട് ഇല്ലായിട്ടാണ്ടോ? എടോ ഞാൻ അതല്ല പറഞ്ഞത്. ആ പിശാചിനെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം, അതാ പറഞ്ഞത്. 10 കൊല്ലായിട്ട് എന്റെ വീട്ടിലെ പിശാചിനെ ഒഴിവാക്കാൻ പറ്റിയില്ല. എന്നിട്ട് അപ്പൊ ഒറിജിനൽ പിശാചി വരുന്നു മോളോ. നായരച്ച മറുപടി ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞാണോ? ഇല്ലേ? ഇതാ വരുന്നു മോളോ. പറയാം. ഇയാളെ കൊണ്ട് തോറ്റു. തോൽക്കാൻ തന്നെ പരീക്ഷയോ? എന്നാലേ നിങ്ങളോട് എല്ലാവരോടും കൂടി ആയിട്ട് ഞാനൊരു സത്യം പറയട്ടെ. പറ. ആ ഇരുട്ടു ഗുളികനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ പഠിച്ച ഒരു പണിയും കാണുന്നില്ല. കഷ്ടം. എന്നാലേ ഞാനൊരു കാര്യം പറയാം. താനൊന്നും പറയണ്ട. എന്തെങ്കിലും മണ്ടത്തരം എഴുന്നള്ളിക്കാനായിരിക്കും. അല്ലേ പറയും. എന്നാ പറഞ്ഞോ. ആ പനങ്ങാടൻ വൈദ്യര് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടോന്ന് എനിക്ക് അതിയായൊരു സംശയമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ നോക്കിയായിരുന്നു. ആ വീട് തുറന്നു കിടപ്പുണ്ടായിരുന്നു. എന്നാ നമ്മൾ രക്ഷപ്പെട്ട്. അയാൾ പല നാട്ടിലും കറങ്ങുന്നതല്ലേ. ആ അയാളെ നമ്മൾ സഹായിക്കാതിരിക്കില്ല. പക്ഷെ നമ്മളെ വിളിച്ചാൽ അയാള് വരുമോ? നായരച്ചൻ തന്നെ വിളിക്കണം. അതെ 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 ശരിയാ നായരച്ച. ഞാൻ വരാം. പക്ഷേ ഒരു ഉടമ്പടി ഉണ്ട്. ഉടമ്പടിയാ? എന്തുടമ്പടി? നിങ്ങള് എല്ലാരും കൂടെ എന്നെ ഒന്ന് വീട്ടിലാക്കി തരണം. അയ്യേ പേടിത്തുണ്ടണം. എന്ത് സാധനമാണ് ഇത്? ഇവിടെ നിന്ന് അവിടം വരെ പോവാൻ അല്ലേ? ശരി, എന്തായാലും ആക്കി കൊടുത്തല്ലേ പറ്റുള്ളൂ. എണീക്ക്. പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും ആ നടന്നു. ചുറ്റുമുണ്ട്. നിന്ന് മുള്ളരുത്. മുള്ളി എന്തോടെ തുറച്ചാ പോരെ? ഞാൻ അങ്ങനെയുള്ള ദിവസം ചെയ്യലും. നിങ്ങൾക്ക് പേടി പോവാതിരിക്കും. എന്നെ പിടിക്കണം. സാധനോടാ. ഇവിടെ നായരച്ചൻ എന്താണോ നിനക്ക് ഇത്ര പേടി? ഇങ്ങോട്ട് ഇറങ്ങുന്നേ. ഇല്ല, നിങ്ങളാരെങ്കിലും മുന്നിൽ നടന്നോ. ഞാൻ ഇവിടെ നിന്നാ ഞങ്ങൾ നിക്കില്ല. അങ്ങോട്ട് ഇറങ്ങ്. സുനിമോൻ നടന്നോ. എനിക്കറിയണ്ട, ഞാൻ ഉണ്ടാക്കാം. ആ 3 കൂടി എഴുതട്ടോ. ഓ എത്തിയോ? ഇങ്ങനൊരു മനുഷ്യൻ. ഇനിയിപ്പൊ രാത്രി പോവാൻ നിക്കണ്ട, ആ കളപ്പുരക്ക് ചെന്ന് ഉറങ്ങിക്കോ കേട്ടോ. നിങ്ങളെ ഞാൻ ഒന്ന് കൊല്ലും. ചേച്ചിയായി ചായക്ക് കടിയൊന്നും ഇല്ലേ? ഇല്ല. അല്ല ഉള്ളപ്പോ ഇടയ്ക്ക് നമ്മളെ ഒന്ന് വിളിച്ചേക്കണേ. പോടാ. അല്ല വിശപ്പുണ്ട്. അല്ല കേറി പോയിക്കൂടെ അകത്തേക്ക്. പ്രകാശ വണ്ടി ഒന്ന് എടുക്കടോ. അങ്ങനെ പറയും. ഇജ്ജ് വരുന്നില്ലേ? ഞാൻ വരണോ? ചേച്ചിയോട് തനിച്ചല്ലേ? അന്ന് ഇപ്പത്ര ശരിയല്ലല്ലോ. നിന്ന് കുറുങ്ങാണ്ട് വന്ന് വണ്ടി കയറും. പോരും നടക്കും തോന്നില്ല. വണ്ടിയിൽ പിടിച്ച് കെട്ടിയിടേണ്ടി വരും. ഇങ്ങോട്ട് പാടും. ഇങ്ങോട്ട് വരണോ? ഞാൻ ഫ്രണ്ടിലിരിക്കാം. ചേച്ചി ഒറ്റയ്ക്കാവൂലേ? പിടിച്ചു നോട്ടാ. ഞാൻ പിടിച്ചോളാം. ആട്ടാക്കടോ.
നോക്കിക്കൊണ്ടിരിക്കുകയാണ് നായരച്ചൻ. നായരച്ചൻ. ദേ, പോയി വിളിച്ചേ. വാടാ റോശ. എന്ത് കഷ്ടം. ആ ചായയും കുടിച്ചിട്ട് മനുഷ്യന് തൊടാനും പറ്റിയില്ല. ഒരു കറുപ്പും ഉണ്ട് മാലയും കൊടുത്ത് ശബരിമല യാത്രയാക്കാൻ ഇത് കുട്ടിയാണ്ട് വീടുണ്ടാക്കി. വിളിക്കുന്നതാരച്ചാ? എന്ത് ശരണോ? ഇനിയുണ്ടോ? എടോ വൈദ്യരേ, വൈദ്യരേ, എടോ വൈദ്യരേ, വൈദ്യരെ ഞാനാണോ നായരച്ചേ? അന്റെ അമ്മേന്റെ എന്ത് ഒളിച്ചു നിൽക്കുക? വൈദ്യരെ ഇറങ്ങി വേണം വൈദ്യരേ. ഞാനാണോ നായരച്ചേ? വൈദ്യരെ എടാ പ്രകാശം ഇങ്ങോട്ട് വന്നേ. ദേ ഇത് അടഞ്ഞു കിടക്കാം, ചവിട്ടി പൊളിച്ചടാ. എണ്ണം തികഞ്ഞു. ഇതെന്താണ്ടത്? എമ്മാരി അടിയാണ് ആ ചക്കൻ പിടിച്ചടിച്ചത്. ഇതിൽ നല്ല ഗുളികം പിടിച്ച് ഇന്നണേ. അതെ, അത് വൈദ്യരെ ശബ്ദമാണ്. അതെയല്ല. അയാൾ ഇവിടെ എവിടെയോ ഉണ്ട്. വാ വാ. വൈദ്യരെ വായിച്ചേരെ. ഏയ് ഇത് ഇവിടെ ഒരു മാനും മാഞ്ചാടി ഇല്ലല്ലോ. മാഞ്ചാടിയല്ലടാ മാഞ്ചാടി. നടന്നേ. ഇത് പൂട്ടിയിട്ടിരിക്കാണല്ലോ. വൈദ്യുതി താരം എവിടാ? എടാ ദേവരെന്താ കീറ്റിപ്പുണ്ടാരം? ചക്കനെന്തറ പിന്നെയും വരണ. എടാ പോടാ ചക്ക. വേണ്ടേട്ടാ, കളി അങ്ങടുത്ത് വേണ്ട. ഇതപ്പതിന്റെ കഥ. കണ്ടെടുത്തെറിഞ്ഞേ. എവിടെ മാത്രമേ ഉള്ളൂ. എടാ വൈദ്യരെ. ഓ വൈദ്യരേ. ദേ വൈദ്യര്. എടാ തേടാ വൈദ്യര്. നല്ല കാര്യമുണ്ട് വയസ്സായ കാലത്ത് വലിഞ്ഞു കയറാൻ. ഇങ്ങോട്ട് എണീച്ച് പാടോ. മരുന്ന് മരുന്നിന് വേണ്ടി എന്തൊരു ത്യാഗം. എല്ലാരും ഉണ്ടല്ലോ. ഇതാണ് നായരച്ച. രാവിലെ തന്നെ എല്ലാരും കൂടി വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ആ ഇരുട്ടുപുളിയം കാരണം ഇപ്പൊ പകല് വരെ പുറത്തിറങ്ങാൻ പറ്റില്ലാന്ന്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങനെ പറയല്ലേ വൈദ്യര്, ഞങ്ങൾ എല്ലാരും കൂടെ വന്നതല്ലേ, എന്തെങ്കിലും ഒരു വഴി പറ. വഴി അല്ലേ? ദേവി അമ്മേ ഭഗവതി, ഇതാണ് സരളയുടെ വീട്. അത് ആർക്കറിയാം. ഈ പറമ്പ് ചാടിക്കടന്നാൽ അമ്പലത്തിന് മുൻഭാഗത്തെത്താം. ഈ അമ്പലത്തിന്റെ ഓരം ചാരി ഒരു 4 കിലോമീറ്റർ ദാ ഈ വഴി നടന്നാൽ അടുത്ത ദേശത്തെത്താം. ഈ ഒരു വഴി മാത്രമേ എനിക്കറിയാവൂ. ഇങ്ങനെ നോക്കിയാണോ നമ്മൾ അവിടുന്ന് ഇവിടെ വരെ വന്നത്? എന്തോന്നാ അല്ല, അത് ഞാനൊരു തമാശ കാണിച്ചാണ് കേട്ടോ. ചെങ്ങാൻ്റെ വാക്ക് കേൾക്കാനാണ് വെറുതെ ഡീസലും കത്തിച്ചു. അയ്യോ കുറച്ച് മാറി സരളയുടെ വീട് വേണമെങ്കിൽ മാറ്റാം. സരളയുടെ വീടിനെ കുറിച്ചൊക്കെ നായരച്ചൻ അറിയാം. ഇനി നമ്മളായിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണം. അതെ, ഞാനൊരു വഴി പറയാം. സരളയുടെ വീട്ടിലേക്ക് വേറെ വഴി. അതല്ല, വേറെ കാര്യം കേട്ടോ. വൈദ്യരെ ശങ്കുവിനെ ഞങ്ങളുടെ കൂടെ വിടണം. അതെ, അതിന് ശംഖു എന്റെ കൂടെ വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ലേ? ഇല്ല, അവൻ എവിടാണെന്ന് പോലും എനിക്കറിഞ്ഞു. ധൈര്യമായിട്ട് പറയണ. പറയല്ലേ, നീ എന്ത് പറയാ? വൈദ്യരെ തന്റെ സ്ഥിരം മൂരാച്ച സ്വഭാവം ഞങ്ങൾക്ക് എടുക്കുന്നു. ഇതൊന്നിലെ ഒരു നാടിനെ ബാധിക്കുന്ന വിഷയമല്ലയോ? ഞങ്ങൾ എല്ലാരും കൂടെ വന്നിരിക്കല്ലേ. അതല്ല ശംഖു. വൈദ്യരൊന്നും പറയണ്ട. ഈ മന്ത്രം നോറ്റെടുത്ത് കുറച്ച് ശക്തി പ്രയോഗിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അത് ശരിയാണ്, പക്ഷേ ഒരു പക്ഷിയില്ല. ഞങ്ങൾ ഈ കുട്ടിച്ചേത്താനും കൊണ്ടുപോയിട്ട് ആ ശങ്കുനെ കൊണ്ട് തിരിച്ചുകൊണ്ട് കൊണ്ടുപോകാനോ? നിങ്ങളോട് വേണം ഞാൻ ആ ഗുളികനെ പറഞ്ഞു വിടാം, പക്ഷെ ഇവനെ ഞാൻ പറഞ്ഞു വിടില്ല. അതെന്താ? അതെ, ഇവന് ഈ വിശപ്പിന്റെ അസുഖമുള്ള ഒരു പയ്യനാ. ചിലപ്പോ നിങ്ങളെ തന്നെ പിടിച്ചു നിന്നുള്ളൂ. അതുകൊണ്ടാണ്. എന്റെ പൊന്നു വൈദ്യരെ, അവന് വിശക്കാതെ ഞങ്ങൾ നോക്കിയാ പോരെ? അത് ഞങ്ങൾ ഏറ്റു. ഏറ്റു എന്നാ കൊണ്ടുപോക്കോ, എനിക്ക് ലാഭമാണല്ലോ.
ശങ്കു ദാ. പിടിക്ക്. വണ്ടി എടുക്കടാ. പെട്ടെന്ന് എടുക്കടാ. ആ മണ്ടം വൈദ്യരെ വാക്ക് കെടുത്ത് ആ ഗുളിന്റെ അടുത്തേക്ക് ആ ചെക്കനെ അറിഞ്ഞു വിടുവോ? അതന്നെ കൊല്ലാണ്ട് വിട്ടത് ഭാഗ്യം. രാജീവേട്ടൻ കൊച്ചിക്കല്ല നേരത്തെ വന്നിരിക്കുക സീൻ കാണാൻ. കുളിച്ച് ഇല്ലാണ്ടാകുമോ? ഈ ചണ്ടിയൊക്കെ മാറ്റിയെങ്കിൽ സുഖമായിട്ട് കുളിക്കായിരുന്നു. സതീശ അനാവശ്യം പറയരുത്. നിനക്ക് ഇത്ര സ്ഥലമൊക്കെ പോലെ കുളിക്കേ. ചേച്ചി ഞാൻ ചണ്ടി എന്നല്ല പറഞ്ഞേ, ചണ്ടിന്നാ പറഞ്ഞേ. രണ്ടും ഒന്ന് തന്നെ. സതീശ എന്താ പ്രശ്നം? ഒന്നുമില്ല രാജീവേട്ട, ഒരു ചന്തി പ്രശ്നമാണ്. അതായിരുന്നു. അയ്യോ പിന്നെ ഇവിടുന്ന് വന്നു. ആ ഇവന് ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ എല്ലാം ഒളിഞ്ഞോട്ടക്കാരല്ലേ? ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ഉള്ളൂ. മണിക്കൂ ഇവന്റെ കുറവും കൂടി ഉള്ളു. ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു. നമസ്കാരമുണ്ട്. നമസ്കാരം. അല്ല ശങ്കുരങ്ങളുണ്ട്. അവൻ നല്ല ഉഷാറായി. ഞാൻ അവന് എന്റെ ആ പ്രത്യേക മരുന്നുണ്ടാക്കിയ അവനിപ്പോ നിങ്ങൾ എന്ത് വരുന്ന വൈദ്യുതി ഉണ്ടായി കൊടുത്തത് അവന്? എന്റെ പൊന്നു ഗോപാല, ഇവൻ വെറുതെ പറയുന്നല്ലേ. അവൻ ഇന്ന് ഈ നേരം വരെ 1 ടീസ്പൂൺ സാധനമാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. ഒന്ന് നിർത്തിയടാ നിങ്ങളെ തൂരെ വർത്താനം. ആ പിശാചിനെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ വൈദ്യരെ? അത് ഇന്നലെ എന്റെ ഭാര്യ കുളിക്കുമ്പോ എത്തി നോക്കിയെന്ന്. എന്നിട്ട് നായർച്ചന്റെ ഭാര്യ പിശാചിനെ ശരിക്കും കണ്ടായിരുന്നു. ഭാര്യ പിശാചിനെ ശരിക്കും കണ്ടില്ല, പക്ഷെ ആ പിശാച് ഭാര്യനെ ശരിക്കും കണ്ടിക്കണ്. ഞാൻ നോക്കിയിട്ട് ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ചാത്തൻ, കൈതോല ചാത്തൻ. കൈതോല ചാത്തനോ? അതെ, കൈതോല ചാത്തൻ. അല്ല അയാളിനിപ്പോ എവിടെ ഉണ്ടാവുക? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ വെറുതെ ആളെ കളിയാക്കണോ? ഞാൻ പറഞ്ഞ സത്യ, പക്ഷെ ഈ മുതലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേട്ടെന്ന് വെച്ചാ പറയും. ദുർമൂർത്തികളുടെ അന്തകൻ, ഇരുട്ടിനെ പകലാക്കുന്നവൻ, പകലിനെ ഇരുട്ടാക്കുന്നവൻ, സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവൻ, ചാത്തൻ, കൈതോല ചാത്തൻ. ഒരിക്കല് ഒരു യാത്രക്കിടയിൽ ഞാൻ കേട്ടതാ. ഈ ചാത്തൻ ഉപാസിക്കുന്ന വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്നും നോക്കാലോ. വണ്ടി എടുത്തു ചാടി ഇറങ്ങി ചെല്ലാൻ വേണ്ടി ഇവിടെ അടുത്തൊന്നും അല്ലത്. അത് നമ്മൾ എവിടെന്ന് വെച്ചാൽ എല്ലാരും ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ ഗോപാല? അതിനെ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. അയാൾ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങൾ നാളെ തന്നെ യാത്രയ്ക്ക് തയ്യാറായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നോളി. പട്ടുടുത്ത് കെട്ടുടുത്ത് പരഞ്ജ്യോതിയായി ക്ലിപ്തം. മോഹം പെയ്തു തുടങ്ങി കേട്ടോ. ഇതെന്താ വീടിന് തീ പിടിച്ച? അത് കോടമഞ്ഞിറങ്ങിയതായിരിക്കൂടാ. എന്തായാലും വേഗം വാ. ചിലപ്പോ ഇരുട്ടുപൊളിയുന്ന വീടിന് തീയിടുന്നുണ്ടെങ്കിലോ? ഇതായിരുന്ന കൊണ്ടിറങ്ങാൻ മനുഷ്യൻ പേടിച്ചു പോയി. പോകെല്ലാം കൂടെ 8000 ഉറുപ്പിയായി. എന്തിന്? ഈനോടോ പൈസ നോക്കില്ല. നമ്മളെ യാത്ര മുടക്കരുതല്ലോ. നല്ല കണ്ടീഷൻ. പിന്നെ ക്ലച്ചും ബ്രേക്ക് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുള്ള. അത് പിന്നെ ഒരു വിഷയമല്ലല്ലോ. എന്തായാലും ഉള്ളേ 4 ചക്രം ഉണ്ടല്ലോ, പിന്നെ കുറെ തുരുമ്പും, പിന്നെ ഇദ്ദേഹം. അതുപോലെ കണ്ടീഷൻ ആവാൻ ഭയങ്കര തന്നെ. ഓക്കെ, അങ്ങോട്ട് എടുത്തോ. പാടാ അങ്ങോട്ട് എടുക്ക്. സൂക്ഷിച്ചെടുത്തോ. ശാമ്പാനകത്ത് സാധനമാ. നീ അങ്ങോട്ട് പോ. അല്ല ഇതല്ല ഫ്രണ്ട്, അപ്പുറത്തെ ഫ്രണ്ട്. ഈ അപ്പുറം നിക്കടോ. ഞാനെപ്പോഴും ഇതിന്റെ മുകളിൽ കയറി രണ്ടാളും കൂടെ വിലയുള്ള സാധനമാണ്. ചാമ്പാന്റെ കാലത്തെ പേടകം. ജാമ്പോന്റെ കാലത്തെ പേടകം. പാട്ട സൈക്കിളുമ്പോ പോണ ആൾക്കാരാ. ജാമ്പോ മാറിക്കട അങ്ങോട്ട്. മോളോ അങ്ങോട്ട് എടുത്തോ. മാട്ടോ. ഇനി എപ്പോഴാണാവോ വേഗം വരൂ.
പ്രകാശ കേറാ. അത് വേണോ നേരച്ച? തമാശ പറഞ്ഞ കേറോ. ലോക്ക് എവിടെ? പോടാ പോടാ. ഇവൻ പോണില്ലേ? ഒന്ന് വണ്ടി കയറോ. നിങ്ങൾ അവിടെ നോട്ടോ. അല്ല അവരൊക്കെ എവിടെ? അവരൊക്കെ വൈദ്യുതിയുടെ കവല കണ്ടാവുന്നേ. പറിച്ചെടുക്കോ? എന്നതാണ് ഈ കാണിക്കുന്നത്? അതിലേക്കാളും പൈസ ഇങ്ങോട്ട് വളക്കണം. ഇതൊക്കെ കൂടെ കറ്റിപ്പോയി വീഴും. എന്തോ ഒരു തുരുമ്പ് കൂടെ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് കേറ്. രണ്ടും കെട്ടതാണ്. അതൊക്കെ പിന്നെ പറയാം. ഇങ്ങോട്ട് കേറി. നീ പുറകെ പോയി കയറിയേ. നീ ഇറങ്ങി പുറകെ പോയി കയറിയ പിള്ളേരെല്ലാം ഊഴിച്ചൊക്കെ ഇറങ്ങണം. ഈ വണ്ടിന്റെ എന്തോ ആണ്. ബാക്ക് പോയി കയറോ. പുറകെ പോയി കയറാം. എല്ലാരും കയറിയില്ലേ? ഇത് ക്ലച്ചല്ലേ? 100 മൈൽ വേഗത്തിൽ പോയാലേ വൈകിട്ട് അവിടെ എത്തും. 100 അല്ല, ഈ വണ്ടിയിൽ 200 മൈൽ വേഗത്തിൽ എത്തി. നിങ്ങൾക്ക് ഇത് എന്തിന്റെ ഇട നേരിച്ച? അല്ല വൈദ്യരെ, നമുക്ക് നാളെ രാവിലത്തേക്ക് അവിടെ എത്തിയാ പോരെ? രാവിലെ തിരിച്ച് ഇവിടെ എത്തണം. സുഖമായിട്ട് എത്താന്ന്. അപ്പൊ പിന്നെ തീരുമാനം. പേടിക്കല്ലടോ, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് അടിച്ചോ. ഉറങ്ങാണോ? ഉറങ്ങിയിട്ട് തന്നെ ഇടത്തേ നേരം ഓടിച്ച്. ഇവിടെ ഒന്നും ഒരു മനുഷ്യനും കേട്ടോ. ചേട്ടാ, ഈ കൈതോലമന എവിടാ? അത് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ ഒരു പാടം. ആ പാടം കടന്നു കഴിഞ്ഞാല് ആ കാണുന്നതാണ് കൈതോലമന. ഓഹോ, എന്റെ വൈദ്യുതി രാത്രി നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അണ്ണാ, ജീപ്പ് പോകുന്ന വേറെ വല്ല വഴിയുണ്ടോ അണ്ണാ? ഉണ്ടല്ലോ. അതേതാ? നിങ്ങൾ വന്നോ? അയ്യന്നെ രാത്രി തമാശിച്ചതാ. ചെല്ലു വീട്ടിലോട്ട് പോ. അപ്പൊ വഴിയൊക്കെ മനസ്സിലായല്ലോ. ഇനി നേരെ പോട്ടെ. എവിടെ മന പോയിട്ട് ഒരു പന പോലും ഇല്ലല്ലോ ഇവിടെ. അതാണ് മന. ഒരു കാര്യം ചെയ്, ഞാനും നായരച്ചനും പ്രകാശനും കൂടെ പോയി ചോദിച്ചിട്ട് സുനിമോനും നിങ്ങൾ ഇവിടെ ഇരിക്കുക. സുനിമോനെ വണ്ടി പോലും കളിക്കരുതേ. നമുക്ക് നടക്കാതെയും കഴിഞ്ഞല്ലോ. അവര് പോയിട്ട് വരട്ടെ. അതെ, സൂക്ഷിച്ചോണേ, പാമ്പൊക്കെ ഉള്ള ഏരിയ. മന ആരും കാണുന്നില്ലല്ലോ. വണ്ടീന്റെ താക്കോൽ കൊടുക്കാതെയാ പോകുന്നത്. ഇത് തന്നെ ആണെന്നോ? കാത്തുക്കാണല്ലോ. നമ്മളെ തന്നെയാണ്. നമസ്കാരം. ഇതല്ലേ കൈതോലമന? ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേ? വിളിക്കാ. നിങ്ങൾ കയറിയിരിക്കും. ഒറിജിനലല്ല. നാരച്ച ഇങ്ങോട്ടിരുന്നോ. നല്ല തേക്കാ. നമസ്കാരം. ഇരിക്കുക. ആരാ? എവിടുന്നാ? ഞങ്ങള് ചേലൂർക്കുന്ന് ദേശത്തുനിന്ന് വരിക. ആ ചെങ്ങായിനൊന്ന് കാണാൻ വേണ്ടി വന്നേനെ. ഇതല്ല ചെങ്ങായിന്റെ വീട്. എന്തിനാ ചെങ്ങായിന്റെ വീട്? കൈതോലച്ചാത്തൻ. ആരാ അത്? ഇവർക്ക് അറിയില്ലാന്ന്. വീട് മാറിയെന്ന് നമുക്ക് അടുത്ത വീട്ടിൽ ചോദിച്ചു നോക്കാം. നേരം കളയണ്ട. ഇന്ന് തന്നെ ആ പുള്ളിനെ കണ്ടിട്ട് കാര്യമുള്ളൂ. നായരച്ചൻ അവിടെ ഇരുന്നേ. ഈ കൈതോലച്ചാത്തൻ കുത്തും പുള്ളിയൊന്നുമല്ല, ഒരു ഭൂതമാണ്. ഭൂതോ? ഒരു ഭൂത്തിനെ പിടിക്കാൻ അത്രയും പൈസ ചെലവാക്കി ഇങ്ങോട്ട് വന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ കാര്യം നടക്കണ്ടേ? അതിന് ഇയാൾക്ക് അറിയില്ലെന്നല്ല പറയുന്നത്. അതായിരുന്നു പറയണം. നമുക്കൊന്നുകൂടെ ചോദിക്കാം. നമുക്ക് ഈ കിട്ടണം പൊട്ടിച്ചിട്ട് ചുമരി ഞാൻ സംസാരിച്ചോളാം. തിരുമേനി, ഈ ചാത്തനെയും കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ കൈതോലച്ചാത്തനെ എനിക്കറിയില്ല. അങ്ങനെ പറയല്ലേ തിരുമേനി. ഒരു നാടിന്റെ പ്രശ്നമാണ്. ചാത്തന് മാത്രമേ ഇനി ഞങ്ങൾ രക്ഷിക്കാൻ പറ്റുള്ളൂ. ചാത്തനെ അന്വേഷിച്ച് ഞങ്ങൾ ഇത്ര ദൂരം വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിന്റെ ദുരിതം എത്ര ഉണ്ടാവുന്ന തിരുമേനിക്ക് ഊഹിക്കാലോ. ഞാൻ മുമ്പ് പറഞ്ഞ സത്യം തന്നെയാണ്. ഞാനും ഈ ചാത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. എന്റെ മുത്തച്ഛന്റെ കാലം വരെ കൈതോലച്ചാത്തൻ ഇവിടെ ഉപാസിച്ചിരുന്നു. മുത്തച്ഛന്റെ ശിഷ്യൻ അദ്ദേഹത്തെ ചതിച്ച് ചാത്തനെ ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി. എന്നാ പിന്നെ നമുക്ക് ആ ശിഷ്യന്റെ അടുത്തേക്ക് പോയാ പോരെ? ആ ശിഷ്യനിപ്പോ ഇവിടെ ഉണ്ടാവും തിരുമേനി. അവിടേക്ക് പോവാതിരിക്കുന്ന ആ ബുദ്ധി. അയാളുടെ കുടുംബം മുടിഞ്ഞു. ഇനി എങ്ങാനും ചാത്തനെ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങളുടെ നാടും മുടിയും. അത്ര നല്ല മുതലാലേ. ഒരുപാട് ആളുകൾ ഈ ചാത്തനെ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. ആ ചൈതന്യം എവിടെയാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഒരു മാന്ത്രികനെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല.
ഇതൊക്കെ കേട്ടിട്ട് എന്നെ പേടിയാ. പ്രകാശ് ഈ വരുന്നുണ്ടോ? ഇതിപ്പോ പിടിച്ചാലും വലുത് മാളത്തിൽ എന്ന് പറഞ്ഞാൽ വാടം കെട്ടി ചാത്തനും ഒടിയനും. ഞങ്ങൾ ഇറങ്ങേണ്ട ശരി, ഒരു നിമിഷം. ആ ചാത്തനെ ഇവിടെ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയത് ഒരു ഗ്രന്ഥത്തിലാണെന്ന് മാത്രം അറിയാം. ശരി. എന്റെ വൈദ്യരെ, നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്തൊന്നുമില്ല. ഇനി അഥവാ കഷ്ടപ്പെട്ട് അവിടെ എത്തിയാൽ തന്നെ ചോദിച്ചു കൊടുക്കുമ്പോൾ ഗ്രന്ഥടുത്ത് കൊണ്ട് തരിക. എന്റെ മനസ്സ് പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. നമുക്ക് തിരിച്ചു പോകുന്നതല്ലേ വൈദ്യരെ നല്ലത്? തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല. അതൊന്നും ശരിയാവില്ല. ആലോചിക്കാണ്ട് എന്തെങ്കിലും ഒരു വഴി പറയും വൈദ്യരെ. നേരായ വഴിക്ക് ആ ഗ്രന്ഥം കിട്ടണമെങ്കിൽ ഇനി ഒരൊറ്റ വഴിയുള്ളൂ. മോഷണം. ഭഗവതി. ഓം. ഇതെന്താ എഴുതിയേക്കുന്നത്? ഇത് അയ്യേ. സഹസ്നമസ്താഹ. വേണ്ട. ഓം സം ഹം ഷം സം സ്വാഹ സാഹ സാഹ ഹും സ്വാഹ സം സ്വാഹ സ്വാഹ ഓം സം ഹം ഷം രുദ്രാഹ വഷ്കാ ഓം സം 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 ശകാ സം സ്വാഹ ശിവ മനസ്സിലായി. ആ ഉഗ്രമൂർത്തി ഇവിടേക്ക് വരാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്നു. വരൂ, നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോവാം. സോമു വേഗം വരൂ. ഭഗവതി. എന്താ ചെയ്യണ്ട്? പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. ഹേ ഭഗവാൻ. അയ്യോ വൈദ്യരെ, ആള് വന്നിക്കണി. ചാത്തേ, ഒച്ച കേട്ടില്ലേ? അതെ അതെ, ചാത്തൻ ചാത്തൻ ചാത്തൻ. മിണ്ടല്ലേ. ചാത്തൻ കള്ളും കൂഴിയും കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ. മിണ്ടല്ലേ, ശല്യപ്പെടുത്തല്ലേ. ഒച്ചുണ്ടാക്കാതെ പുറകെ വാ, നോക്കാം. കണ്ട, ചാത്തൻ വന്നിട്ട് പോയത് കണ്ട. ഇഷ്ടായില്ല തോന്നിട്ട് കുപ്പിയതാ പൊട്ടിച്ചേർക്കണം. വൈദ്യരെ, ഇത് ചാത്തൻ തിന്ന പോലെ ഇല്ലല്ലോ. പിന്നെ ഇതേതൊരു പൂച്ച കിട്ടുന്നില്ലേ? ഇത് പൂച്ചൊന്നുമല്ല, ഇത് താങ്ങിയത് ചാത്തൻ തന്നെയാണ്. ചാത്തന് മാത്രമേ ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് ചിക്കൻ ഇങ്ങനെ വലിച്ചു കയറ്റാൻ പറ്റുള്ളൂ. ശരിയാ കേട്ടോ. ദേ ചിക്കൻ നിന്ന് വിശപ്പ് മാറാനായിട്ട് ചാത്തനുണ്ടല്ലോ, ദേ ചന്ദനത്തിന് കുത്തിവെച്ച പഴം പോലെ തിന്ന് കളഞ്ഞ്. അങ്ങനെയാണ് ചാത്തനാവാൻ സാധ്യതയില്ല. ചിക്കൻ്റെ കൂടെ പഴം തിന്നായിട്ട് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. സുനുമോനെ, നിങ്ങൾ വെറുതെ തർക്കിക്കരുത്. ഇത് ചാത്തൻ തന്നെയാണ്. എന്നിട്ട് ചാത്തൻ എവിടെ? ചാത്തൻ കട്ടതോ? അതെ, ഇതിന്റെ പേരിൽ ഇനി നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. ചിക്കനും കള്ളും നമുക്ക് ഒന്നുകൂടെ വെക്കാം. അപ്പൊ അറിയാലോ ചാത്തനാണോ പൂച്ചയാണോ വരുന്നതെന്ന്. സോമു, പോട്ട് ആ ചിക്കനും കള്ളും ഒന്നുകൂടെ എടുത്ത് വെച്ചേ. പോ. ചിക്കൻ നീ അവിടെ നിന്ന് തിന്ന് തീർത്തേക്കല്ലേ. എന്നാലും എടാ, ഇത് ചാത്തൻ തന്നെ. ഏതായാലും ഇപ്പൊ എല്ലാരും അങ്ങനെ നോക്കാൻ പാടില്ല. ചാത്തനെ നമ്മൾ നോക്കുന്നത് ചാത്തൻ കണ്ടു കഴിഞ്ഞാൽ നോക്കുന്നവന്റെ കണ്ണു പൊട്ടിത്തെറിക്കും. സുനിമ പോയി നോക്കിട്ടോ. വയസ്സും പ്രായമൊക്കെ ആയാലും പോട്ട്. അപ്പൊ എന്റെ കണ്ണു പോയി. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇനി എന്തിനാണ് കണ്ണും അല്ലേ? ഗോപാലൻ പോയി നോക്കട്ടെ. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഞാൻ പോകത്തില്ല. സോമു പോട്ടുവാ. എനിക്ക് വിശ്വാസമില്ല. എന്നാ നായരച്ചും പോട്ടുവാ. വെറുതെ എല്ലാവരും കൂടി കിടന്ന് കലവിൽ വിടണ്ട. ഞാൻ പോയി നോക്കാം. വൈദ്യരെ, കുട്ടിച്ചാത്തനാ. നോക്ക്. ഭഗവതി.
ഞാൻ ഇന്ന് നീ ആയിരുന്നല്ലടാ. ഇത്രയും നേരം കഷ്ടപ്പെട്ടിരുന്നില്ലാത്ത പിന്നെ ഇന്ന് കൊണ്ടുപോകണം ഞാൻ. ഇത് അവശവനമല്ലോ ആണോ വൈദ്യര്? എന്റെ ഭഗവതി, കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ ഗ്രന്ഥം കത്തിപ്പോയത്. എടാ നിന്നെ ഞാൻ മത്തി ഉണക്കാട്ടമാതിരി ഇങ്ങനെ കിടക്കല്ലാതെ. ഇതെന്താ ടൂറിന് വന്നിരിക്കുന്ന മലന്ന് കിടക്കാൻ? എഴുന്നേറ്റ്, നമുക്കിത് കെട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. വൈകിട്ട് വടംവലി മത്സരം ഉള്ളതാ. ഇല്ലാത്തൊരു ചാത്തന്റെ പേരും പറഞ്ഞ് ദിവസങ്ങളും മുഴുവൻ പോയി അവസാനം പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല. വേൾഡ് കപ്പാണല്ലോ. എന്നാ നോക്കിയിരിക്കടാ, പ്രകാശം എഴുന്നേറ്റ് വന്നേ. നിർത്തിയാടാ ഇവിടുന്ന് എത്ര തോറ്റാലും ഉറപ്പില്ലാത്ത ജന്തുക്കള്. ഈളങ്ങനെയൊക്കെ പറയുവേ. നമുക്കിതോടെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ചെകുത്താമൂലക്കാരെ അടിച്ച് വീഴ്ത്തേണ്ടതാ. പ്രകാശ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇന്ന് കറുത്ത പാവാണ്. വെറുതെ ആ ചെകുത്താന്റെ തൊള്ള പോയി പെടണ്ട. ഏയ്, അതൊന്നും കാര്യമാക്കണ്ട. ഇത്തവണ മത്സരം നിയന്ത്രിക്കാൻ വരുന്ന ആരാന്നറിയാവോ? ഇലവങ്കോട് ഗോസ്വാമി ഗുരുക്കൾ. ഒരു ചെകുത്താനും ഗുരുക്കളുടെ മുമ്പിൽ വരത്തില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരെണ്ണം വന്നാ അതിനെയും കൊണ്ടേ ഗുരുക്കള് പോകത്തുള്ളൂ. അല്ല, അതൊക്കെ ശരി തന്നെ. സുനിമോനെ, കഴിഞ്ഞ കൊല്ലത്തെ മത്സരം ഓർമ്മ ഉണ്ടല്ലോ? ഒരു മാസാണ് ഷെഡ് ഇടാൻ പറ്റാണ്ട് പാളയം വെച്ചിട്ട് ഇറങ്ങി. അത് മറന്നോണ്ടാ. എന്റെ നാരിച്ച ഒന്ന് നിർത്തിക്കേ ചോദിച്ചിട്ട്. എന്റെ സുനുമോനെ, നിങ്ങൾ വരുന്നുണ്ടോ? 5001 രൂപയാ മത്സര വിജയിക്ക് കിട്ടുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് 10 ലിറ്റർ കള്ളും. കള്ളോ? ആ വാ. എന്തൊക്കെ ഒരു കുട്ടിച്ചാത്തനുണ്ട്. ഓക്രീൻ കുട്ടിച്ചാത്താന്ന് വിളിച്ച ഉടനെ കുട്ടിച്ചാത്തൻ അങ്ങോട്ട് പറന്നു വരും. എന്നിട്ട് നമ്മളെ വടംവലിയിൽ അങ്ങോട്ട് ജയിപ്പിക്കും. അതിനുശേഷം പിന്നെ ഡാഗിനി വരും, വിക്രമം വരും, മുത്തു വരും, അവന്റെ അമ്മയുടെ നായര് വരും. ഞാനോ? താനെടുത്തു വർക്കത്തുള്ള വേറെ നായരുടെ കാര്യം. ആ ഒന്നേ ഓരോരുത്തരെ പിടിച്ചേ. സുനിമോനെ പിടി. പിടിയടാ. റെഡി? 1 2 3. എടാ, വടം വലിക്കാൻ മരത്തി കെട്ടി വലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ശക്തി മരുന്നുണ്ടാക്കി തരാം. അതിലും ഭേദം ബാലസത ഓടിച്ച് വയറിളക്കുന്നതാ വൈദ്യരെ. 1 2 കമ്പവലി മാത്രമല്ല, കബഡി മത്സരം കൂടി വേണം നമ്മുടെ അമ്മണിമൂലയായിട്ട്. എന്താ ശിവൻകുട്ടി? അത് ഈ സതീശേട്ടൻ സമ്മതിക്കണ്ടേ? അയാൾക്ക് വടം വലിക്കാൻ താല്പര്യമല്ല. അത് ശരിയാ, അയാൾക്ക് ഈ കസരകളിയും ചാക്കച്ചാട്ടൊക്കെ പറ്റുള്ളൂ. ചേട്ടാ, ശിവൻകുട്ടി എന്തായാലും തോറ്റി. നമ്മൾ ഇപ്രാവശ്യം തോറ്റി. ചെറുത്തമ്പല തോറ്റി. അവരുടെ ബംഗാളത്തിൻ്റെ സോമു, അവന്റെ ഗ്യാങ്ങോട്ട് ഇപ്രാവശ്യം കമ്പ വലിക്കാൻ. എന്താ പട്ടി പറയണേ? അവനോട് കരാറുറപ്പിക്കുക. വാ, ചെകുത്താമൂലയിലെ പിള്ളേരെ അവർ തോൽപ്പിക്കുക. എടുക്കണ വണ്ടി. വണ്ടിയോ? എടാ, സൈക്കിളിൽ കയറാം. എന്നാ കേറി. കല്ലിട്ട് കയറി. ഇത് എവിടേക്കാ പോണു? अरे राकेश यार, नेक जल्दी भर दे यार. ने को लाया तो हो जाएगी, नेक फुल भर दे आपको. तू भी यार गड्ढे में होना दे. छोरा तू भी जल्दी काट ले. तो चढ़नो कि नहीं चढ़नो? जैसे ढोंग कर लग रहा हो तू. ഈ വടംവലിക്ക് ബംഗാളികൾ ഇറക്കൂലടാ. ബോട പുല്ല് പുല്ല് പെട്രോൾ പായ. ആടാ പെട്ടടാ പെട്ട്.
കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. അങ്ങനെ ചേലൂർ കുന്നിൽ കൈതോലച്ചാത്തനെത്തി. പണ്ട് ഇരുട്ടിനെയും ഇരുട്ടുകുളിയനെയും ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഗ്രാമവാസികൾ ഇപ്പോൾ യഥേഷ്ടം വീട് വിട്ട് പുറത്തിറങ്ങി തുടങ്ങി. നായരച്ചന്റെ മോളെ രണ്ടാം ജന്മ പോയിന്ന് വിചാരിച്ചാലേ കൊണ്ടൊന്ന് കൊടുത്തില്ല നമ്മളെ ചാത്തൻ. അതിന് ചാത്തൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? അതിന് കാറ്റ് വന്നില്ലേ, പിന്നെ പട്ടചാരത്തിന്റെ മണോ. ചാത്തൻ വന്നാൽ കാറ്റ് വരുന്ന പണ്ട് മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ഈ ചാത്തന് എത്ര വയസ്സ് കാണും? അടുത്ത ചിങ്ങത്തിൽ 24 എന്നാ തന്നെ മോളെ കടിച്ചു കൊടുക്കോ? അതിനാദ്യം പെണ്ണ് കേട്ടോ. അല്ല പിന്നെ വേഗം പോയി അച്ഛനെ വിളിക്ക്. സിനിമ ഇപ്പം തുടങ്ങിണ്ടാവും. സിനിമയ്ക്ക് പോകുമ്പോഴാണ് മനുഷ്യ വാളും ചെലമ്പായിട്ട് വരണേ. വേഗം കൊണ്ട് വെച്ചിട്ടോ അത്. വാ വേഗം നടക്ക. അതെ, ആ വെളിച്ചപ്പാടും പിള്ളേരും പുലിമുരുകൻ കാണാൻ പോവാ. അറിയോ നിങ്ങക്ക്? ഗുളികനെ പേടിച്ച് പെറ്റ തള്ളക്ക് ഗുളിക വാങ്ങാൻ പോകത്തനാ ആ വെളിച്ചപ്പാട് പേടിത്തൊണ്ട്. ഓ നിങ്ങളോ? സന്ധ്യ ചൊറങ്ങിയിട്ടില്ല. ചന്ദനമഴ സീരിയൽ കണ്ട് കരയാവും. 10:30 കഴിഞ്ഞ പിന്നെ സീരിയലൊക്കെ അവിഹിതാണ്. രാജേട്ടനും കണ്ടോ? എന്ത് അവിഹിതോ? പണ്ട് എങ്ങനെയോ അബദ്ധത്തിൽ ഈ ചേലൂർ കുന്നിൽ വന്ന് താമസമാക്കിയ ഒരു റിട്ടയേർഡ് പട്ടാളക്കാരനാണ് ആ വരുന്നത്. എവിടേക്കാണ്? സുദർശനം വീണ്ടും പട്ടാളത്തിൽ ചേർന്നോ? പട്ടാളത്തിലേക്കല്ലടാ, സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടി. എവിടെ? അൽഹിലാൽ ചിക്കൻ സെന്റർ, ചേലൂർ കുന്ന്. കോഴിക്കടയ്ക്ക് സെക്യൂരിറ്റിയാ. ഞാൻ പണ്ട് ലഡാക്കിൽ ഒരു കോഴിക്കടയ്ക്ക് കാവൽ. ചേലൂർ കുന്നിൽ എത്തിയ ശേഷം പകൽ പോലും ഇദ്ദേഹത്തെ ആരും വീടിന് പുറത്ത് കണ്ടിട്ടില്ല. പട്ടാളത്തിൽ താൻ മേജറായിരുന്നു എന്ന് ഇദ്ദേഹവും, അതല്ല മേജറുടെ അരിവെപ്പുകാരനായിരുന്നു ഇയാളെന്ന് നാട്ടുകാരും പറയുന്നു. തുടങ്ങി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ സത്യമുള്ള കാര്യം പറയാൻ പോണേ. നമ്മളെ ലഡാക്കിലടാ, ലഡാക്ക്. ലഡാക്കിൽ ഞാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. മുന്നിൽ ശത്രു സൈന്യല്ലേ, തോക്ക് നിലത്ത് വെക്കണോ അതോ മൂത്രം ഒഴിക്കണോ? എന്ത് ചെയ്യും നിങ്ങൾ പറ. തോക്ക് നിലത്ത് വെച്ചാ ശത്രു സൈന്യം മൂത്രമൊഴിക്കും. വല്ലാത്തൊരു സിറ്റുവേഷൻ കേട്ടോ. അതാണ് ഞാൻ. അവിടെയാണ് എന്നെ പോലെ ഒരു പട്ടാളക്കാരൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റ നിൽപ്പില് ഞാൻ ആ പാൻറ്റിലാണ് മുള്ളിക്കൊണ്ടിരിക്കുമ്പോ തുരുതിരാന്ന് വെടി. ഒന്ന് പറഞ്ഞു എണീറ്റ് പോണോ? ഒരു വെടിവെപ്പും പാന്റിൽ മൂത്രം വേറെ എനിക്ക് പറ്റില്ലേ? കോഴിക്ക് കാവൽ നിൽക്കലാ. താനോട് ചെല്ലേ. പോയിക്കോട്ടെ എന്നാ. എവിടുന്ന് വരുന്ന രാജ്യദ്രോഹികള് ഒന്നും വിശ്വസിക്കില്ല. ഇയാളൊരു പട്ടാളക്കാരൻ തന്നെയാണോ? എന്ത് ജന്മങ്ങളാ അത്. പ്രകാശ, നീ അറിഞ്ഞ? ഇല്ല. അറിഞ്ഞില്ലേ? വേണ്ട, പറഞ്ഞിട്ടോളൂ. ഞാൻ നമ്മുടെ വൈദ്യരെ പോയടാ. എപ്പോഴാ സംഭവിച്ചത്? ഒന്നും അറിയത്തില്ല, ഒരു എഴുത്തെഴുതി വെച്ചിട്ടാ. പോവല്ലേടാ. എങ്ങനെ ജീവിച്ച മനുഷ്യനെ നായരച്ചന്റെ കത്ത്. അറിയോ? പ്രിയപ്പെട്ട നായരച്ചനും പ്രകാശനും കൂട്ടുകാർക്കും വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ശിഷ്യന്റെ കൈപ്പടയിൽ എഴുതുന്ന കത്ത്. ഞങ്ങൾക്ക് ജീവിതം മടുത്തു. ക്ഷമിക്കണം, ഈ നാട്ടിലെ ജീവിതം മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വിട്ടുപോവുകയാണ്. വഴിച്ചിലവന് ഈ നാട്ടിലെ ദേവിയുടെ തിരുവാഭരണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുട്ടി ഗണേശനെ തീറ്റിപ്പോറ്റാനുള്ള ചെലവ് നായർക്കറിയാലോ. ഞാനൊരു പുതിയ മരുന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് എന്നെ അന്വേഷിച്ചു വന്ന് ആ പൊട്ട ശംഖുവിന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്ന് സ്വന്തം വൈദ്യൻ. ഒപ്പ് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒപ്പ ശംഖുവിന്റെ. പ്രകാശ, വണ്ടി എടുക്കടാ. എവിടേക്കാന്ന് വെച്ചിട്ട് ചാടി പുറപ്പെടണേ? വീട്ടിലേക്കോ? ഞാനും കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ച് പോവാന്നേ. അങ്ങനെ ഒരുമിച്ച് പോണ്ട. ഇതെന്റെ ഡബിളാ. വിശ്വാസമില്ല. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അളിയ പ്രശ്നമാവൂടാ? ഒരു പ്രശ്നമില്ല.
ഈ പണ്ടാറണങ്ങായി നാട്ടുകാർക്കൊന്നും രാത്രിയായി ഉറക്കവും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തിയേ തനിക്ക് കള്ളുവാണോ? പിന്നെ കള്ളു കുടിക്കാൻ എന്നാ പിന്നെ അവിടെ കേറ്. ചുമ്മാ വായും പൊളിച്ചങ്ങ് നിൽക്കുവാ. കേറല്ലേ? തൊട്ട് തടവിയോ തൊട്ട് തലോടിയോ കേറങ്ങോട്ട്. കള്ളും കൊണ്ട് ഞാൻ വരുവുള്ളടാ. കള്ളും കൊണ്ട് വരാവൂ. അത്രേ ഉള്ളടാ ചേർക്കാ. നോക്കിക്കോ നീ. ഒരാളിരിക്കുന്നടാ. ആളാ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരാളിരിപ്പുണ്ട്. കണ്ണു വന്നുകൊണ്ട് നോക്കി. അടുത്തത് കേറടാ ഇറക്കാ. കള്ളു കള്ളന്മാരെ കൊണ്ടിപ്പോ നടക്കാൻ വരാതായി. നമുക്ക് എടുക്കാതെ. അതേ ആള്. തോന്നിയ ദിവസം കാണിക്കരുത്. കേറാൻ പറ്റില്ലെങ്കിൽ അത് പറയണം. ഞാൻ കേറാം. അതുകൊണ്ടല്ലടാ, അതേപോലത്തെ ആള് തന്നെയാണ് ഇതിന്റെ മുകളിൽ കണ്ടത്. അതുകൊണ്ട് പറഞ്ഞതാ. ആ അതേ ആരുമില്ല. അതെന്ന് കള്ളെടുക്കാം. എന്നാ കള്ളും ഉണ്ടാകത്തില്ല. ചുമ്മാ മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ. നീ അവിടെ അടങ്ങി ഒന്ന് നിൽക്ക്. തെങ്ങനല്ലേ കള്ളിന് ക്ഷാമമുള്ളത്. ഭ്രാന്തായ ഞാനേ ഇതേന്ന് കള്ളും കൊണ്ട് വരുവുള്ളടാ മോനെ. ഇതുകൊണ്ട് പിടിച്ചേ പിടിയടാ. കള്ളല്ലേടാ. അതെനിക്കറിയാം. പക്ഷെ താൻ പറഞ്ഞവരോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഇങ്ങോട്ട് വന്നേ. കള്ള് പോരുത്. അതിനുകൊണ്ടാണ് ഞാനും പിടിക്കുന്നത്. വന്നേ. ഒരു കുട്ടിച്ചാത്തൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു നല്ല കാര്യമല്ലടാ മണ്ട. എടോ ശരിയാവുള്ളൂ. താൻ വിചാരിക്കുന്നുള്ള കാര്യങ്ങൾ അവന്റെ കുടിയതിനുണ്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഞാൻ ഈ കുട്ടിച്ചാത്തനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളിപ്പോ ഓങ്ക്രീം കുട്ടിച്ചാത്താന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തൻ പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരും. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ കള്ള് വേണോന്ന് പറഞ്ഞാൽ ഉടനെ തെങ്ങേക്കറി കള്ളെടുത്ത് തരും. നമുക്ക് ചിക്കൻ വേണോന്ന് പറഞ്ഞാൽ ഉടനെ താറാവിനെ കൊണ്ട് തരില്ലേടാ. താറാവ് അത് പിന്നെ ഏത് കുട്ടിച്ചാത്തിന്റെ അബദ്ധമൊക്കെ പറ്റും. ഞാൻ ഈ കുട്ടിച്ചാത്തനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയണേ. പാലിന്റെ മേലും കളി കൊടുക്കലും. പിന്നെ എന്റെ അച്ഛന്റെ പേര് നിഷേധി ബാലനൊന്നും അല്ലല്ലോ. അതെന്റെ അച്ഛന്റെ പേരല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ പറയുന്ന എല്ലാം പുള്ളിക്ക് നിഷേധമായിരുന്നു. അതേ സ്വഭാവമാണ് നിനക്കും. അതുകൊണ്ട് ചോദിച്ചതാ. നീ വിഷമിക്കണ്ട. നിന്റെ സംശയം ഞാൻ തീർത്തു തരാം. അതെ, ഓങ്ക്രീം കുട്ടിച്ചാത്താന്ന് വിളിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് പറന്നു വരത്തില്ലേ? ഓങ്ക്രീം കുട്ടിച്ചാത്താന്ന് വിളിച്ചാ കുട്ടിച്ചാത്തൻ ഇങ്ങോട്ട് പറന്നു വരത്തില്ലേന്ന്. കേട്ടാ? പറന്നു വരും. ഇപ്പൊ മനസ്സിലായോ? വേണ്ട. ഓ, മഹാലക്ഷ്മി വീട്ടുപിടിക്ക് വന്നിരിക്കുമ്പോ അതിനെ ചൂല് കൊണ്ട് അടിച്ച് ഓടിക്കല്ലേടാ. ആ സതീശനെ കൂട്ടുകാരുടെ അടി കൊണ്ട് മനുഷ്യന് ഗത്യന്തരമില്ല. എന്നാൽ ഇതിനെ കൊണ്ട് രണ്ടെണ്ണം കൊടുപ്പിക്കാന്ന് വെച്ചാൽ അതിന് നീ സമ്മതിക്കത്തു. അനുഭവിക്കുക തന്നെ. എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന്റെ ഒരു സതീശന് ഒരു പെങ്ങളുണ്ടല്ലോ, സംഗീത. അവൾക്ക് പെണ്ണാലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ട്. എന്റെ ഒരു ബന്ധുവുണ്ട് ആലങ്ങാട്ട്. അവിടേക്ക് അവളുടെ അമ്മ 101 രൂപ വഴിപാട് നേർന്നുണ്ട്. എന്തിനു? അവളുടെ കല്യാണം നടക്കാൻ. ഒന്നും ശരിയാവില്ല. അതൊക്കെ ശരിയാക്കിക്കോളും. അതല്ല, അത് ശരിയാവരുത്. എന്താ കുഴപ്പം? ശരിയായാല് അതെ, ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തില. ഞങ്ങളൊന്നും ഇഷ്ടത്തില. എന്ന് മുതല്? 5 വർഷമായി. ദുഷ്ട. ഇത്ര നാളായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് വെറുതെ അല്ല. നിങ്ങൾ വെറുതെ സമ്മതിച്ചില്ലെങ്കിലൊന്നും പറഞ്ഞിട്ട് അല്ലാണ്ട് വേണം കൊണ്ടല്ല. ശരിയാകേടാ. അതെ, ഒരു കാര്യം, നിങ്ങക്ക് അത്ര താല്പര്യമാണെങ്കിൽ ചാത്തൻ നമ്മളോട് നിന്നോട്ടല്ലേ? ആർക്ക്? ചാത്തനെ കാണുന്നില്ലടാ. ചാത്തനോട് ചാത്തൻ വിടില്ലെന്ന്. ഇല്ല, ഇങ്ങോട്ട് പോയി. ചാത്ത നീ കൂടി അത്. അയ്യോ, ചാത്തനെക്കാരത്തെ സ്പീഡ് കൂടുതലാന്ന് തോന്നുട്ടോ. നീ വേണേ ചാത്തനെ ഓവർടേക്ക് ചെയ്തോ. ചെറിയല്ലേ
എടാ എടാ ചുടാ കള്ളിന്റെ ഒരു കളിയേ. സംഗു സംഗു സംഗീത എന്നാടാ ഇവിടെ കയറിയിരിക്കുന്നു. ഇങ്ങോട്ട് വാ. ഓ പോയല്ല. പോയേ സംഗീതേ സംഗീതേ. പ്രകാശിട്ട ഈ നേരത്ത് ഞാൻ നിന്നോട് കാണാമെന്നാ വെറുതെ. എന്നും ഇങ്ങനെ പാത്തും പതുങ്ങി നടന്നാ മതിയോ? കാര്യങ്ങളൊന്നും നടക്കണ്ടേ? എന്ത് കാര്യങ്ങള്? നമ്മുടെ കല്യാണം. ഈ വരുന്ന ഉത്സവത്തിന്റെ അന്ന് നിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞൊരുത്തിയുണ്ടല്ലോ, ആദ്യം അവക്കിട്ടെണ്ണം കൊടുക്കും. എന്നിട്ട് ഭഗവതി കുറിയടിച്ച് കലശമാടി ഞാൻ നിന്നെ രാജകീയമായിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതെന്റെ അമ്മ അമ്മിണിയാണ് സത്യം. അതിനുള്ള ധൈര്യമൊക്കെ പ്രകാശേട്ടനുണ്ടോ? പിന്നെ അല്ലാണ്ട് ഞാൻ ആരാ പോയി. എന്റെ വീട്ടില് രാത്രി വരെ എന്തത് മറക്കണല്ലോ വണ്ടി നിർത്തിയടാ വണ്ടി. എന്നല്ലേ ഒന്നുമില്ലടാ. അല്ല സാധനം കിട്ടിയില്ല. അതിനെ പറ്റി പേടിക്കണ്ട. അത് സുലുമോനേറ്റ അത് ഏറ്റ പോലെ ഇരിക്കും. ദാ, ആ. ഇനി കാര്യം പറ. ഒന്നുമില്ലടോ, ഞാൻ കള്ളുടി നിർത്താൻ തീരുമാനിച്ചു. കുടി നിർത്താനാണെങ്കിൽ പിന്നെ പട്ടച്ചരായ എന്തിനാ? ഏടോ വലിയ വലിയ കുടിയന്മാര് കള്ളു കുടിച്ചിട്ടാണ് കള്ളുടി നിർത്തുക. അതറിയില്ല. സെറ്റപ്പ് ഒക്കെ അവിടെ റെഡിയാണ്. നിങ്ങൾ വാങ്ങോട്ട്. കഞ്ഞി സെറ്റപ്പ് ആയിരിക്കും. ആ കഞ്ഞിയൊക്കെ ഈ സെറ്റപ്പ് ഒക്കെ ധാരാളം. ഇങ്ങോട്ട് വരികട കയറിയിരിക്കാണ്ട്. ഇതേ സൂപ്പർ സാധന. അടിച്ചാൽ അപ്പൊ വീഴാം. അല്ല നേരത്തെ ടച്ചിങ്സ് ഒന്നും ഇല്ലേ? ആ ടച്ചിങ്സ് ഉണ്ട്. അങ്ങോട്ട് എടുത്തോ. മിച്ചറോ കായർത്തോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിക്കൻ തന്നെ പൊരിച്ചു വെച്ചിട്ട് വരട്ടെ വരട്ടെ. ഗോപാല ഒന്നൊന്നര സാധനം തന്നെ അടുത്തത്. ചിക്കനെ പറ്റി ആണോ പറയുന്നത്? എവിടെ നോക്കിയാടി ആ നിങ്ങള് മൈൻഡ് ചെയ്യണം. നിങ്ങൾ അടിക്കി കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് ആളെ പറഞ്ഞു പറ്റിക്കാലോ? ഇത് ഒരുമാതിരി തമാശക്ക് അതിലുണ്ടോ? എടാ തമാശയല്ല, സീരിയസ് ആണ്. ഈ വീട്ടിലൊരു ചിക്കന്റെ കഷ്ണം കറിയിക്കാൻ പറ്റില്ലെന്ന്. അതെന്താ? എല്ല് വരെ ബാക്കി വെക്കണ്ടേ? ആര്? ഇവിടെ ഒരു പണിക്കാരുണ്ട്. ഓൻ മൊത്തം വന്നിട്ട് തിന്നിട്ട് പോവാ. ഓൻ എവിടുന്നാ വരുന്ന എങ്ങോട്ടാ പോണു ഒരു പിടുത്തമില്ല. ചിക്കൻ തിന്നാൻ വേണ്ടി ഒരു വേലക്കാരനെ വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ നായരച്ച? ഒന്നും നിർത്തടോ മണ്ട. നായരച്ചനോട് പണിക്കാരുള്ള വെച്ചിട്ടുണ്ടോ? അത് തന്നെയല്ലടാ ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചത്. അതിനല്ലേ ഞാൻ വേണ്ട, ഭക്ഷണം മാത്രം മതിയായിരുന്നപ്പോ ഇത് ഇത്ര തലവേനയാവുന്നു ഞാൻ വിചാരിച്ചു. ഭയങ്കര ശല്യാണ് അവനെ കൊണ്ട്. എത്ര സല്ലിക്കാരനായ പണി കാണണം. ആൾ ബംഗാളിയാ? മലയാളിയാണ്, പക്ഷെ ഒരു ബംഗാളി ലുക്ക് ഉണ്ട്. ഇത് മാത്രല്ല, ഇപ്പം ഇവിടെ ചെയ്യണ പണി എന്തൊക്കെയാന്ന് കേക്കണം നിങ്ങക്ക്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നായ ഉണ്ടല്ലോ, അതിന്റെ കഴുത്തില് പാട്ട വെച്ച് കെട്ടുക. എന്നോട് കൂടിയാ പറയണത്. എന്നിട്ട് നായി നാട് മുഴുവൻ പരക്കം പായ. ഈന്റെ ഒച്ച കെട്ടിന് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റണ്ടേ? ഒക്കെ പോട്ടെ, രാത്രി ആവുമ്പോ പുറപ്പുറത്ത് കയറിയിട്ട് അടുത്ത വീടിന്റെ ഓടിന്റെ മുകളിൽ കല്ലെടുത്ത് തരിക. അത് നല്ല കാര്യമല്ലയോ? അത് അത്ര നല്ല കാര്യമല്ല. ഇടയ്ക്ക് അവിടുന്ന് ഇങ്ങോട്ട് എറിയുണ്ട്. അങ്ങനെ ഒരു പണിക്കാരുണ്ട് ഇവിടെ. ആണ്. എന്നാൽ ഇന്നത്തോടുകൂടി ഓന്റെ കഥ നമ്മൾ കഴിക്കും. എവിടെ അവൻ? ഓൻ അപ്പുറത്ത് ഇറക്കുന്നു. ചിക്കൻ അടിച്ചു വീടാൻ എടുക്കാല്ലോ കുറുക്ക. അയ്യോ, നിങ്ങളൊന്ന് പേടിക്കാണ്ടിരിക്കുന്നു. അതല്ലാന്ന്, ഇത് ചാത്തനാണെന്ന് മനസ്സിലാവണ്ട. അയാളെ തന്തയ്ക്ക് നള്ളക്കൊക്കെ ഞാൻ വിളിച്ചിക്കണെന്ന്. അതിനെന്താ കുഴപ്പം? ചാത്തര് തള്ളി തന്തിയാലും നമുക്ക് അറിയില്ലോ. അതില്ല, പിന്നെ ചാത്തനറിയാലോ. അല്ല സുനുമോനെ, ഒരു സംശയം.
ഈ ചാത്തൻ ഞങ്ങളെയൊക്കെ പോലെ ജട്ടിയിടുവോ അതോ സുനിമോനെ ഒറ്റ പോലെ ചവിട്ടുന്നതല്ലോ എന്തൊരു ടൈപ്പ് ആയിന്? ഒരു കഷ്ണം താടുന്ന അരച്ച നിങ്ങൾ ബംഗാളികൾക്ക് ഈ ചാത്തനും മറുതെന്ന് വിശ്വാസമില്ലല്ലോ. അപ്പൊ ഈ ചിക്കൻ തിന്നണ്ട. ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ഇപ്പൊ ചിക്കൻ തിന്നാൻ വേണ്ടി വിശ്വസിക്കണ്ട കേട്ടാ. ഞാൻ ആലോചിക്കുക, ഞങ്ങളന്ന് ഗ്രന്ഥം അടിച്ചു മാറ്റി, ഹോമം നടത്തി, എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ച്. ഞങ്ങൾക്കറിയണ്ട ഈ ഓലക്കെട്ട് കത്തിയാൽ നിങ്ങൾ പുറത്തു വരുള്ളൂന്ന്. ഇത് അറിഞ്ഞിന് ആദ്യം ഞങ്ങൾ ഗ്രന്ഥമല്ല കത്തിക്കുക. നിങ്ങൾ ഗ്രന്ഥം കത്തിച്ചോട്ട് വന്നല്ല, പിന്നെ ഞാൻ വഴിയേറ്റ് വന്നതാ. വഴിയേറ്റിട്ടോ? ഞാൻ കുറച്ചു കാലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സ്ഥിതിക്ക് പഴയ പരിചയക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. എന്നിട്ട് കണ്ടോ? ഏയ് അവരൊക്കെ മരിച്ചു പോയി. 10-75 കൊല്ലായാലും വന്നിട്ട്. 75 കൊല്ലോ? എന്ത് വിടലാണ് ചാത്ത. സത്യം. ഞാനന്ന് വരുമ്പോ നായരച്ചന്റെ അച്ഛനമ്മണി കല്യാണം നടന്നു. ആ അന്ന് രാത്രി നായരച്ചന്റെ അമ്മ മണിയറയ്ക്ക് കുളിച്ചൊരുങ്ങിട്ട് വരവ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പോടാ അവിടുന്ന്. എന്താ വണ്ടിക്ക് ഒരു ഇൻട്രസ്റ്റ്. ചാത്തന്റെ വിശ്വരൂപം കാണിക്കും. ആ അത് ശരിയാണല്ലോ. ഒന്ന് കാണിക്കാത്ത പണ്ടടന്ന് നോക്കായിരുന്നു. ഇപ്പൊ കല്യാണം പറഞ്ഞിട്ട് വവ്വല കഴിഞ്ഞ പോലെ ഇത് ചാത്തനായിട്ട് എന്താ കറണ്ടിനെ പേടിയ. നിങ്ങൾ എന്നാല് ചാത്തനേറൊന്ന് കാണിച്ചു തരുമോ? സാധനം മേടിച്ചരച്ചിങ്ങ ഒന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഒരു കളി നടക്കില്ല. സംഭവം വാങ്ങിക്കളാ. വേണ ബീവറയിലേക്ക് വിടാം. ബീവറേജിലേക്ക് താമ പോയാൽ മതി. കിലുക്കാതെ കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിന്ന് കിങ്ങിണി അരമണി എവിടെ ചിരിക്കാതെ ചിരിക്കുന്ന ചിരിക്കൊടുക്കേ നിൻ ചിത്തിര ചിലമ്പുകൾ എവിടെ. ശ്യാമളച്ചനെ കരച്ചില്ലേ കേട്ടു? ശരിയാള അത് കുളത്തിന്ന് നീ വന്നേ. വാടാ വാടാ എന്തേലൊക്കെ കാണാൻ പറ്റിയ ചാത്തൻ. എടാ ചാത്ത, അതെ നിങ്ങളാണ് ശ്യാമളച്ച കുളത്തിലെ കുളി എടുത്തു. പിന്നെ എവിടെ കുളിക്കുക? അടിച്ചോ? ഇല്ലേ. എന്താണ് കള്ള ബംഗാളി? കള്ളക്കളിയാ? കൽക്കട്ടയിലെ ഇത് കളിക്കളിയില്ല. കൽക്കട്ടയിലത് കൽക്കളിയല്ല. പിന്നെ ചിരിക്കണെന്തിനാ? ഇത് വട്ടായോ? ഞാനേ കല്യാണക്കാരെ ആലോചിച്ചിരിച്ച ഇവന്റെ. പേടിക്കണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല. കല്യാണക്കാരിയോ? ഇവനതിന് പെണ്ണിട്ട പ്രായമായോ? ഇത്രയും പ്രായമായിട്ട് ഞാൻ കെട്ടിയിട്ടില്ല. അതിന് തനിക്ക് പെൺകിട്ടണ്ടല്ലേ? ഞാൻ ബംഗാളിൽ വരാം. നീ അവിടെ കെട്ടിച്ചെന്നാള് പോവുന്ന സതീശന്റെ ഇടി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. സതീശന്റെ ഇടിവന്റെ കല്യാണമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. താനൊന്നും മിണ്ടാതിരിക്കൂ. നീ ഒന്നും മിണ്ടായിരിക്കടാ. എന്നാലും ഇവരൊക്കെ അറിയേണ്ട കാര്യമില്ലയോ? ആ മുഖത്തൊട്ടൊന്ന് നോക്കിയേ, രാജകാലിയല്ലയോ? നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ കല്യാണം നടത്തി തരേണ്ട ആളാ. അതെ, നിങ്ങൾ രണ്ടാളും അറിയാൻ വേണ്ടിട്ട് പറയുക. ഇവനും ആ ചെകുത്താമൂലയിലെ സതീശന്റെ പെങ്ങളുമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഒടുക്കത്തെ പ്രേമമാണ്. എടാ ദുഷ്ട, നീ ഞങ്ങളെ കൊലക്കോർത്ത് അറിഞ്ഞോളൂല്ലേ? നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ പ്രേമിക്കാൻ? ഒന്ന് അടങ്ങന്റെ സുനിമോനെ, അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാന്നേ. കല്ലുള്ളത് വഴിയല്ലേ? കൊണ്ടതല്ലേ എന്നെ ഇവിടെ ബോണസായിട്ട് കിടക്കുക. അതിനൊക്കെ ഉള്ളൊരു മറുമാർഗമല്ലേ ഇവന്റെ ഈ പ്രേമവും കല്യാണവും ഒക്കെ. നിങ്ങളൊന്ന് സമ്മതിച്ചു തന്നാ മാത്രം. പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഇവൻ ആ സതീശന്റെ ഗേറ്റ് ചവിട്ടി തുറന്നിട്ട് നേരെ പോയി അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാം. എന്നിട്ട് അവന്റെ പെങ്ങളെ കൈയും പിടിച്ച് ഇറക്കി വരണം. സമ്മതിച്ചോ? സമ്മതിച്ചു. സമ്മതിച്ചാൽ എന്റെ കല്യാണമാണ് ഉപ്പന്റെ കല്യാണ. സമ്മതിക്കടേ. സമ്മതിച്ചു. സമ്മതിച്ചു. ഇനി കളിച്ചോ, ഇനി കളിച്ചോ. കളിച്ചിട്ട് എന്റെ കളിയല്ല, നിന്റെ അല്ല. പർദ്ദക്കാരി ഇതാരാ നോക്ക്. പർദ്ദ? അയ്യോ, നല്ല പരിചയമുള്ളൊരു നടപ്പാണല്ലോ. ഹലോ,
ദേ സുനിമോനെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശ്യാമളേച്ചി ശ്യാമളേച്ചി എന്ന് വിളിക്കരുതെന്ന്. താൻ എന്റെ അമ്മയുടെ കൂടെ പഠിച്ചല്ലേടോ. ഒരു ബഹുമാനത്തിന്റെ പേരിൽ. അയ്യോ, എനിക്ക് അങ്ങനെയുള്ള ബഹുമാനൊന്നും വേണ്ട. അതെ, മറ്റേ വേഷത്തിലാവുമ്പോഴേ ആരെങ്കിലും കൊളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ വേഷത്തിലാവുമ്പോ അതൊന്നും പേടിക്കണ്ടല്ലോ. അതെ, ആ കണിയാന്റെ അടുത്ത് പോയിട്ട് ഒരു കറുത്ത ചെറിയ ജപിച്ച് കെട്ടാനാ. അതാവുമ്പോ പിന്നെ പേടിക്കണ്ടല്ലോ. അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു. ആ വെളിച്ചപ്പാടിന്റെ കെട്ടിൽ പൂച്ച വീണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതൊന്ന് പോയി എടുത്തു കൊടുക്കട്ടെ. സുലിമോന്റെ പൂച്ചയെ നമുക്കറിയാവേ. നീയും പൂച്ച പിടിക്കാൻ പോവാണല്ലോ. പതുക്കെ പോണേ, തലേന്തലും താഴെ ഒന്ന് പോടാ. നന്നായി. ഈ നാട്ടിലെത്തിയ പിന്നെ വെള്ളം കണ്ടിട്ടില്ല. ഒന്നുമില്ല, കള്ളു കുടിക്കാം. കുട്ടിച്ചാത്തനെ വിളിച്ചാലോ? ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം സ്കൂട്ടറില് ഇടാ ചാത്തൻ. അപ്പൊ ശ്യാമളേച്ചി അച്ഛാ വീടെത്തി. അയ്യോ, വലിയ വീടാണ്. സെറ്റപ്പടിമാട്ടോ. നമുക്ക് പെണ്ണിനെ അമ്മേനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ പോയി. അപ്പൊ നിന്റെ അമ്മയോ? താളേനെ എവിടെയും കൊണ്ട് ചാടിക്കളയുന്നു. നിങ്ങൾ ഇറങ്ങി അട്ട പിടിച്ചായിരുന്നു. ഇറങ്ങി. ഏത് തേവരാടി? നമസ്കാരം. നമസ്കാരം. പേര് വരൂ. ഏതീ പോണം. വരൂ വരൂ, ഇരിക്കും. ഓ ശരി, ഞാനൊന്ന് കിടന്നോട്ടെ. എന്നാ ഞാൻ അവളെ വിളിക്കട്ടെ? അല്ല വേണ്ട, ധൃതി വെക്കണ്ട. ചായ കുടിച്ചിട്ടാകാം പെണ്ണ് കാണല്. അല്ലട മോനെ? അവളാ ചായ കൊണ്ടുവരുന്നത്. അന്ന വിളിച്ചോ? അല്ലട മോനെ? അമ്മേ വിളിച്ചോളൂ. യാത്രയൊക്കെ സുഖമായിരുന്നോ? സൂപ്പർ. ഇങ്ങത്താ മോളെ, ഇങ്ങത്താ. അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ. ഓ, ഞാനത് മറന്നു. ഇവനൊരു നാണം കുണിങ്ങി ആയതുകൊണ്ടേ ഇവന്റെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യാറ്. അതുപോലല്ലോ കല്യാണ കാര്യം. അത് ശരിയാ. തനിക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്നാ എനിക്ക് സംസാരിക്കാനുണ്ട്. താനൊന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് സംസാരിക്കാൻ? അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാടോ. അളിയാ അനുഗ്രഹിക്കണോ? ആ തള്ളേന്ന് പറയാൻ സമയം കിട്ടില്ല. പോട്ടെ അച്ഛാ, ഇപ്പൊ വരട്ടോ. എന്നെ ഇഷ്ടായോ? ഇല്ല. അതെന്താ? എന്ത് പല്ലാടോ തന്റെ? പല്ലിനെന്താ കുഴപ്പം? സൂപ്പർ അല്ലേ? അതാ കുഴപ്പം. എന്തു കുഴപ്പം? നമ്മൾ എങ്ങനെ കിസ് അടിക്കോടോ? അതിനാ പ്രയാസോ? ഇതാ കണ്ടോ, ചക്കര ഇങ്ങനെ വെക്കൂ. പ്രകാശ് ചേട്ടനാണെങ്കി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് അടിച്ചോളൂ. പ്രകാശനോ? ഏത് പ്രകാശ? കേടി കമ്പനി കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അവരുടെ അവരുടെ ആരുമല്ല, പക്ഷെ പ്രകാശ് ചേട്ടൻ ഈ നാട്ടിലെ വലിയൊരു കേടിയാ. പ്രകാശ് ചേട്ടൻ നാട്ടിലെ വലിയ കേടിയല്ലേ? കാണിച്ചോടി വഞ്ചകി. അച്ഛാ അച്ഛാ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. എന്താടാ എന്താണ് പ്രശ്നം? ഓളെ ഞാൻ ഉമ്മ എന്റെ പല്ല് കുത്തി കയറത്രേ. അത് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചാ പോരെ? അതൊക്കെ ഞാനോട് പറഞ്ഞു. ഓക്കെ, ഏതൊരു പ്രകാശിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഓലക്ക ഏത് അടിക്കളി അടിക്കി നാങ്ങളും കൊടുക്ക്. ഇങ്ങളെന്താ നോക്കിക്കുന്നത്? ചൂട് ഇനി എന്താണെന്നോ? അച്ഛാ ഓടിച്ചോ, ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ്. ഞാൻ വെച്ചിട്ടില്ല. അയ്യോ ഇവനെന്താ ഇവിടെ?
ഇട്ട് മാറ്റി കുടിച്ച ചാരായം പുറത്തു വരും. മിണ്ടൂല. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുവാ. ഞാൻ നിന്റെ പെങ്ങളെ വളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ കെട്ടിയിരിക്കും. അതിനെങ്ങാനും നീ തടയിടാൻ വന്ന എന്താ നോക്കണേ? ഇങ്ങോട്ട് വാടി. അതിന് വേദന എടുക്കത്തൊന്നുമില്ല. മര്യാദയ്ക്ക് ഒരച്ച് കഴുകു നീ അങ്ങോട്ട് നിന്ന്. അതെ ഗോപാല, എന്താടോ ഞാനേ ഒരു സംഗതി കണ്ട് പറഞ്ഞാ വിശ്വസിക്കൂല. എന്നാന്ന് പറ. പൊരിഞ്ഞടി എവിടെ? നമ്മളെ സതീശനെ പാട്ടിന് 5-6 ആൾ അടിച്ച് മരത്തിന് നിലത്തിട്ടിരിക്ക. ആരാ സുൽമാനെ? നമ്മളെ പ്രകാശനാ. ഇതെന്നെ ഇത്? ഇവൻ പ്രകാശൻ. പ്രകാശൻ ഇവൻ പ്രകാശൻ. ഓം പ്രകാശൻ. ഇവൻ പ്രകാശൻ. ഓം പ്രകാശൻ. ഓം പ്രകാശൻ. ഓം പ്രകാശൻ. പ്രകാശത്തെ വീണടാ. ഇങ്ങോട്ട് വന്നേ കോച്ചുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ചടാ. ഒഴി. മതിടാ. ഇതെന്ത് മണ്ടത്തിലാ ഈ പറയുന്നത്? ഇവൻ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവൻ ചെകുത്താൻ മൂലം വന്ന് സതീശനിട്ട് അടി കൊടുക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. ഞാൻ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അവസാനം അപ്പോൾ ഉമ്മയും കോർത്തപ്പോ തിരിച്ചു പോന്നേ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അയ്യോ ഒന്ന് നിർത്ത് എന്റെ പൊന്നോ, ഒന്ന് നിർത്ത്. നീ പറഞ്ഞ് ബാക്കിയുള്ളവർ കൂടി ഭ്രാന്ത് പിടിപ്പിക്കാം. അപ്പൊ എനിക്ക് ഭ്രാന്താണ് ഞാൻ പറഞ്ഞോട്ടായിരുന്നേ. ഉണ്ണിയമ്മേ ഡബിളാ ഡബിള്. അവന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് എന്തിനെതിരെ നിക്കണേ? എനിക്ക് 100 വട്ടം സമ്മത. ഇനി അതിന്റെ പേരും പറഞ്ഞു ഓരോരോ എടച്ചക്ക നിനക്ക് ആ സൈക്കിളിന്റെ പിന്നിലിരുന്ന് ചവിട്ടി നേരം കൊണ്ട് മുന്നിലിരുന്ന് ചവിട്ടിക്കൂടെ? ഓരോരോ കാട്ടിക്കൂട്ടല്. ഇതെന്തു പട്ടി? അൽസേഷൻ പറ്റടാ സണ്ടി. അതെ ഇപ്പൊ എല്ലാരും വന്നല്ലോ. ഇനി നീ നിന്റെ തീരുമാനം പറഞ്ഞേ. എനിക്ക് പേടിയാ. ഈ പേടിയുള്ളവർ വല്ല പെമ്പിള്ളാരുടെ അടുത്ത് പോയിട്ട് ചുമ്മാ ഇങ്ങനെ വാക്ക് കൊടുക്കൂ. നീ ഓളെ കെട്ടിയില്ലേ? ഓളെ കെട്ടാ 100 ആള് പറയുന്നുണ്ടോ? അതെ അതെ. നാട്ടിൽ ആണുങ്ങളില്ലാത്ത പോലെ എന്റെ പറച്ചില്. എടാ പ്രകാശ, നീ ആ പെണ്ണിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ അവളെ കെട്ടും. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടും. അപ്പൊ എന്തായാലും ഒരു അടിയത്ര ഉറപ്പായി. ഒരു സംശയം വേണ്ട. എടാ നീ എന്തിനാടാ പേടിക്കുന്നത്? നീ നിന്ന് നിന്നാ മതി. അതിനെ പറ്റിയ ആളല്ലേ ആയിരിക്കുന്നത്. ആ കിളവനല്ല ചാത്തൻ. എവിടേക്കാണ് എല്ലാരും കൂടെ? ചെറുത്താമൂലയിലേക്ക്. അമ്മ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചോ. തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ പെണ്ണുമായിട്ട് വരും. വിളിയടാ പ്രകാശ. ധൈര്യമായിട്ട് വിളിയടാ. കുട്ടിച്ചാത്തൻ നമ്മുടെ കൂടെ നിൽക്കിയല്ലേ. Go!
കിട്ടണ്ട. കണ്ണീക്കണ്ണന്മാരുടെ ഒക്കെ വാക്കും കേട്ട് പോയിട്ട് മനുഷ്യന്റെ മേലാകെ എല്ലൊക്കെ നുറുങ്ങിയ പോലായി. ആ പണ്ടാരം കുട്ടിച്ചാത്തൻ ഇങ്ങനൊരു ചതി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ഏതായാലും അമ്മയോട് വെളുക്കത്തിച്ചേക്കാൻ പറഞ്ഞത് നന്നായി. ആ കൂട്ടത്തിൽ കുറച്ച് അരിയും കൂടി കരുതാൻ പറഞ്ഞാൽ നന്നായിരുന്നു. എന്തിന്? വായിക്കരിയുടെ നീ അല്ലാതെ ഈ മണ്ടന്റെ വർത്താനം കേട്ട് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു. അതിന് ഞാനെന്ത് ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ അത് ശരി. അപ്പൊ എല്ലാം കൂടെ എന്റെ തലയല്ല അല്ലേ? ചാഞ്ഞ മരമാണല്ലോ, ആർക്ക് വേണമെങ്കിലും ചാടി കയറാമല്ലോ. എല്ലാത്തിനും അവസാനം എന്റെ തലയല്ല കുറ്റം. ഒരു ചവിട്ട് വെച്ചിരും കഴുത. മര്യാദക്ക് മലയാള ഭാഷ കരയടാ. അവന്റെ മാതാജി ഹിന്ദിയിലെ കരച്ചില് മനുഷ്യന് മനസ്സിലാത്ത ഭാഷയിലാണോ കരയുന്നത്? ഞാൻ നമ്മളെ നായരത്തിനാണ് വരുന്നത്. എന്താ നേരം എന്ത് പറ്റി? ചാത്തനെ പിടിച്ചോണ്ടേന്ന്. ആരാന്നറിയില്ല, ഏതൊരാള് വന്ന് കണ്ടില്ല. ഞാൻ ഈ കോലത്തിൽ ഇങ്ങോട്ട് പോന്നാണ്. വണ്ടി എടുക്കണോ? എന്താടാ കൈസറേ? എന്തുപറ്റി? ഇവനിത് എന്താ പറ്റിയേ? കൈസറേ എന്താ പതിവില്ലാതെ? എന്തടി എന്താ പറ്റിയേ? എന്താന്നറിയില്ലേ, എന്തുകൊണ്ട് പേടിച്ചു പോലുണ്ടല്ലോ. നീ ഇന്നൊന്നും കൊടുത്തില്ലേ കൈസറേ? ഞാനവനെ കൂട്ടിലാക്കാം. നടക്ക, കളിക്കില്ലേ, ഇങ്ങോട്ട് വാടാ അങ്ങോട്ട്. ഒന്ന് കേറിക്കോ കേറിക്കോ കേറിക്കോ. കേറി. എന്താടാ അതിനെന്തെങ്കിലും കൊടുക്ക്. ഇതൊന്നും പതിവില്ലാത്ത ആണല്ലോ. നീ കഴിച്ചിട്ട് കിടന്നോ? എന്താടാ? എന്നാ ഞാൻ പോട്ടെ, രാവിലെ.
ചേലൂർ കുന്നിനെ കൈവിട്ടപ്പോൾ ഒരവസരത്തിനായി കാത്തുനിന്നിരുന്ന ഇരുട്ടുകുളികൻ ആ ഗ്രാമത്തിൽ വീണ്ടും കൊടും മരണങ്ങളുടെ പേമാരി തന്നെ ഉണ്ടാക്കി. ചേലൂർ കുന്നുദേശം വീണ്ടും ശവപ്പറമ്പായി മാറാൻ തുടങ്ങി. താനൊന്നും ഒന്നും പറയണ്ട, തന്നെ കൊണ്ടൊന്നും പറ്റില്ല. അത് മനസ്സിലായി. ഞാനൊന്നും പോടോ. ഈ ഒരു വിഷയത്തില് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നായരച്ച പറയാൻ ആ പിശാചിനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ ആലോചിച്ചൊരു ഒറ്റ വഴിയേ ഉള്ളൂ. രാത്രിയിൽ ആരും പുറത്തിറങ്ങാണ്ടിരിക്കുക. ആ വഴി ഞങ്ങൾക്കറിയാം. പിശാചിനെ ഒന്ന് ഓടിക്കുന്ന വഴിയാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്ന് പോടി. ഒന്നും മിണ്ടാണ്ടിക്ക് ഞാനൊന്ന് പറയട്ടെ. പറ്റില്ല പറ്റില്ല പറ്റില്ല. എല്ലാത്തിനും ചവിട്ടി കൂട്ടി പുഴ കൊള്ളയിടും ഞങ്ങള്. ആ ഇരുട്ടു കുളികനെ തുരത്താൻ ചാത്തന് മാത്രമേ പറ്റുള്ളൂ. അതെ, അത് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. പക്ഷെ ചാത്തൻ എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. ചാത്തനെ ഈ നാട്ടിലെത്തിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ ആളെ ഞാൻ പോയി കൊണ്ടുവരാം. ആളാരാന്ന് പറയും? വൈദ്യൻ, പനങ്ങാടൻ വൈദ്യൻ. നടക്കാത്ത കാര്യം. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു പറയ്ക്ക്, ബാക്കിയുള്ളവർക്ക് പോയിട്ട് ആവശ്യമുള്ളത്. ഈ ദേശത്തെ ദേവിയുടെ തിരുവാഭരണമായി കടന്നുളങ്ങാനാണ് വൈദ്യം. അത് കാരണം ദേവിക്ക് പുതിയ തിരുവാഭരണം കിട്ടി. പക്ഷേ നാട്ടിലെ ഈ അവസ്ഥയിൽ വൈദ്യരെ കൊണ്ടുവരുന്നതിൽ എനിക്ക് സമ്മതം. അപ്പോ എല്ലാവർക്കും സമ്മതാണല്ലോ. അങ്ങനെയാണെങ്കിൽ വൈദ്യർ ഈ നാട്ടിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റി. പക്ഷേ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ അയാൾ ഉപദ്രവിക്കരുത്. ആ ഉറപ്പ് എനിക്ക് ഇപ്പൊ കിട്ടണം. ആ ഉറപ്പ് ഞാൻ ഇപ്പൊ തരുന്നു. അപ്പോ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇരുട്ടുന്നതിന് മുമ്പ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവാ. എന്നാ ഞാനങ്ങോട്ട് ആയിക്കോട്ടെ. ശരി. എവിടെയുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഞാനാണ് ഒരു ആവേശത്തിന് ഇവർക്ക് വാക്കും കൊടുത്ത് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ രാവിലെ യാത്രയ്ക്ക് തയ്യാറായിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി. ഞാനേ ആ ജീപ്പ് ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നോക്കണം. ജീപ്പ് വേണോ? ബസ്സിലെങ്ങാനും പോയാ പോരെ? ജീപ്പ് വേണോ? വിധിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോ ചാവാനായിരിക്കും യോഗം. അയ്യോ, വാ. എടാ കള്ള വൈദ്യരെ, നീ ഞങ്ങളെ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിക്കില്ലടാ. എന്നെ തന്നെ നിങ്ങളുടെ തല്ലുകൊണ്ട് ചാകുന്നതിന് ഭേദം സ്വയം വെട്ടി മരിക്കുന്നതാ. പാവം വൈദ്യര് പോവും നമുക്ക്. ഇയാൾക്ക് രണ്ടര കിട്ടാത്ത കുറവുണ്ട്. അങ്ങനെയാണോ? എടാ മക്കളെ ഓടി വാടാ, അച്ഛനെ തല്ലുന്നടാ. ഓടി വാ. വാടാ തല്ലാൻ വാ. ഞങ്ങളെല്ലാം കൂടി നാടകം വെച്ചാൽ എന്താ മക്കളെ അച്ഛനും കൂട്ടുകാരോട് നാടകം കളിച്ചു. നീ പോയി ചോറ് ഇതെന്താ ഇത്? ഇത് നാടകത്തിലെ ഫൈറ്റ്സിന് മോളു, ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. നീ വന്നേ മോളസേ. ഇതറിയാലോ അല്ലേ? ഭാര്യയാണ്. പൊന്നമ്മ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. വാട്സാപ്പിൽ വന്നില്ല കേട്ടോ. വാ വാ വാ, ഓടി വാ. ഇതാണ് എന്റെ 3 മക്കള്. നല്ല മാച്ച്. അവൻ ഇളയവൻ വിനായകൻ, ഇത് രണ്ടാമത്തവൻ ഗണേശൻ. അവനെ അറിയാലോ. ഇവനാണ് ഏറ്റവും മൂത്തവൻ ലംബോദരൻ. ഇവനാണ് മൂത്തത്. ഇത് മൂത്തതോ? ഇതെന്തെങ്ങനെ? എന്താന്നറിഞ്ഞൂടാ. ഞാൻ ആ ശക്തി മരുന്ന് ഉണ്ടാക്കി കൊടുത്ത. ഉണ്ടാക്കുന്ന ഈ പാത്രം ഒന്നും മാറ്റി നോക്കായിരുന്നില്ലേ? എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് വാ. അല്ല അതല്ല ഞാൻ. ഒരു കുടുംബം തകർത്തപ്പോ സമാധാനമായല്ലോ. അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ശിഷ്യൻ ശംഖു എവിടെ?
അവന്റെ പേര് ഇവിടെ മിണ്ടിയ ഒരുത്തരും ഇവിടുന്ന് വന്നോലെ തിരിച്ചു പോവില്ല. സുനിമോൻ ഓർമ്മയുണ്ടല്ലോ ഞാൻ ഒരു കത്തെഴുതി വെച്ചിട്ട് പോകുന്നത്. തിരുവാറൂർ എടുത്തിട്ട് പോയതല്ലേ? അത് തന്നെയാണ് പ്രകാശ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് വേണ്ടിയ കത്തെഴുതി ശംഖു, ഒപ്പിട്ടത് ശംഖു, തിരുവാഭരണം മോഷ്ടിച്ചത് ശംഖു തന്നെ. ഞാൻ പറഞ്ഞോളാം, താൻ എന്നെ സഹായിക്കണ്ട. എന്നാ പറയും. ഞാൻ ഇവിടെ തിരുവാഭരണം എടുത്ത് ഞാൻ പറഞ്ഞോളാം. തിരുവാഭരണം മോഷ്ടിച്ചത് ശംഖു. ഞാനൊന്ന് പറയട്ടോ. താനൊന്ന് പറഞ്ഞു തുറക്കടോ. അതിന് ഇവന്മാര് സമ്മതിക്കണ്ടേ? ഒന്നും ഉണ്ടാക്കി അയാൾ പറയട്ടെ. എന്നിട്ട് തിരുവാഭരണം മോഷ്ടിച്ചത് ശംഖു. അവസാനം തിരുവാഭരണമായിട്ട് പോയതാരാ? ശംഖു. അത് ബംഗാളിക്ക് വരെ മനസ്സിലായി, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. അതും കളിക്കി. നിങ്ങൾ വന്ന കാര്യം പറ. നാട്ടിലാകെ പ്രശ്നമാണ് വൈദ്യരെ. എന്ത് പ്രശ്നം? ആ ഇരുട്ടൂളിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വൈദ്യര്. ചാത്തനോ? ചാത്തനൊക്കെ ചാത്തന്റെ അച്ഛൻ പിടിച്ചോണ്ടോയില്ലേ? അച്ഛനോ? അച്ഛനാണോ അച്ചാച്ചനാണോ എന്ന് അറിയാൻ പറ്റില്ല. ആരോ വന്നതിനെ പിടിച്ചോണ്ട് പോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്റെ വൈദ്യരെ അതറിയാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. അപ്പൊ ചാത്തന് വീണ്ടും ആവാഹിച്ച് വരുത്തണം അല്ലേ? അതിന് മുൻപ് ചാത്തിന് എവിടാണെന്ന് അറിയണം. പ്രകാശ, എന്താ ആ വെറ്റില ചെല ഇങ്ങോട്ട് എടുത്തോണ്ട് വരിക. സാധാരണ വെറ്റിലെ മഷിയില്ല കറി. ചിലര് ചുണ്ണാമ്പം തേക്കോടാ, അതേ കണ്ടില്ലേ? ശരി. മനസ്സിലായി? എന്തു മനസ്സിലായി? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ തന്നെ അങ്ങനെ പറയരുത്. എന്തെങ്കിലും മനസ്സിരുത്തി ചിന്തിച്ച് ചെയ്ത് തന്നേ പറ്റൂ. അങ്ങനെ വെറുതെ ഇരുന്ന് വിചാരിക്കാൻ പറ്റുമോ? വെറുതെ ഇരുന്ന് ചിന്തിക്കണ്ട, സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഫുള്ള്. എന്നാ ഇന്ന് ഫുൾ നൈറ്റ് നമ്മൾ ഇരുന്ന് വിചാരിക്കും. കുട്ടപ്പായിയുടെ അമ്മ പറഞ്ഞു രണ്ടാം വേളി കഴിക്കണ്ടെന്ന്. അമ്മ പറഞ്ഞത് കേട്ടിടാതെ കുട്ടപ്പായി വേളി കഴിച്ചു. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു സുരുമോനെ. ആ നാട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ ഇത്രയും സന്തോഷകരമായിട്ട് ഞാൻ ഇന്നൊരു കള്ളു എന്നാ പിന്നെ വൈദ്യരെ ഞങ്ങൾ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ കള്ളുപിടിക്കണോ വരെ വന്ന്? പിന്നെ ചാതന കണ്ടുപിടിക്കണ്ടേ? ഇതുണ്ടല്ലോ പൊന്ന സാധനം ഒരൊറ്റ അടി മറന്നുപോയി. വൈദ്യരെ ചാത്തനെ കണ്ടുപിടിക്കണമെങ്കിൽ ചാത്തന ഉള്ളിടത്തേക്ക് നമ്മൾ പോണം. ചാത്തനെ കണ്ടുപിടിക്കാൻ പോകുമ്പം നിങ്ങൾ ആരും എന്നോട് പറയണ്ട. എന്റെ കൂടെ എന്റെ മക്കള് മാത്രം ഓരാകുമ്പോ തല്ല് ചോദിച്ചു വാങ്ങിച്ചു. നല്ല അനുഭവം. പോകുന്നത് ചാത്തന്റെ അടുത്തേക്കാ. പട്ടുടുത്ത് കെട്ടുടുത്ത് തട്ടുടുത്ത് വിളയാടുക. ചാത്താ
കുട്ടിയുടെ ഭർത്താവ് തന്നെ പ്രകാശാ, പ്രശ്നം എന്നോട് നീ ആ വിളിച്ചിട്ട് വിളക്ക് ഇങ്ങെടുത്തോ. അത് സാധാരണ ഉമ്മറത്തി എന്നാണല്ലോ പിരിവ് വയ്ക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ ലതിക ബാത്റൂമിലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് പിരിവ് വെച്ച് കൊല്ലാഞ്ഞത് പാലിച്ചു. നന്നായി അനിയന്മാരെ നമുക്ക് വല്ലതും തടയോ അവിടെ പോയി നോക്കടോ. ഇവന്മാരൊക്കെ എവിടെ നിന്ന് വന്നടാ? പ്രകാശ വിളിക്കണ്ട, ഞങ്ങള് കണ്ട് അങ്ങോട്ട് പോയാലാ. ഈ പ്രാവശ്യം എന്തിനു വരുവാ? ഉത്സവം ആയി കഴിഞ്ഞാൽ എന്തിന്റെ പിരിവിനാ വന്നെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് തന്നെ നാടകം. ഈ പ്രാവശ്യം ഉഗ്രം നാടകമല്ല ബുക്ക് ചെയ്തേക്കണത്. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം. ആ പിശാചിനെ പേടിച്ചിട്ട് മനുഷ്യക്കുഞ്ഞു പോയിട്ട് പട്ടിക്കുഞ്ഞു പോലെ ഉത്സവപ്രബലം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഈ പിരിവ്? അതെ, ഉത്സവം നടക്കേ നടക്കാതിരിക്കും, അതൊക്കെ ദൈവത്തിന്റെ കാര്യം. പക്ഷെ പിരിവ് അത് ഞങ്ങൾ നടത്തി. വീട് പണിയോടെ വരെ അടുക്കള ഭാവം വെട്ടിത്തേക്കാണ്ടാ. ഉത്സവം കഴിഞ്ഞിട്ടാണ് തീർക്കണമെങ്കിൽ തേപ്പാടുന്നുണ്ടല്ലോ. നിന്റെ പിരിവ് നന്നാദ്യം. എന്റെ പ്രസിഡന്റ് ഈ വീട്ടിൽ വന്നവരാരും ഇതുവരെ വെറുങ്ങയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രം വെച്ചോ. എന്താ എല്ലാരും കൂടെ 10 രൂപ നടക്കാത്ത കടത്തിനൊക്കെ മതി. കണ്ണപ്പാ, രസീത് വേണ്ട, രസീത് നഷ്ടാവും. അങ്ങനെ അങ്ങോട്ട് പോയാലാ. അതിരിക്കട്ടെ പ്രകാശ, നിങ്ങളെങ്ങനെയാ ഉത്സവത്തിന്റെ തയ്യാറെടുപ്പിലൊക്കെ നടത്തിയേക്കണത്? ഇപ്രാവശ്യം ഞങ്ങള് നന്നായിട്ട് ഒരുങ്ങി തന്നെ. തല്ലുകൊണ്ടിയാകാനാ പ്രസിഡന്റ് പോയിക്കേ. എന്റെ പൊന്നു മോനെ പ്രകാശ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, ഈ കൊല്ലം നീ ഉറി അടിക്കാൻ കയറണം. അല്ല, ആ സതീശനെ ഈ കൊല്ലം ഉറിക്ക് പോലും നിന്റെ തല അടിച്ച് പൊളിക്കുമെന്നാണ് നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കണതേ. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു. ഈ സാധനത്തിനോട് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി കൊടുക്കും. കണ്ണപ്പ ഓടിക്കോ. എണീക്കടാ. രാവിലെ തന്നെ എന്തൊരു ഉറക്കോടെ ഇത്? ഗോപാലേട്ടനോ? നീ എന്തേന്ന് അമ്പലത്തിലേക്ക് വരാഞ്ഞ്? അമ്പലത്തിൽ നിന്നത് കൂടിയേറ്റല്ലായിരുന്നു. ഇനി 10ാം ദിവസം ഉത്സവല്ലേ? ഉത്സവം? എന്തുത്സവം? എന്തിനാണ് ഇങ്ങനെ ഉത്സവം? മടുത്തെനിക്ക്. എടാ, എന്നാലും ഒരു നാട്ടുകാരൊക്കെ അല്ലേ, നമ്മൾ പോയേ പറ്റുള്ളൂ. എന്നിട്ട് എന്തിനാ നാട്ടുകാരുടെ തല്ലുള്ളൂ? നമ്മള് മത്സരത്തിൽ പങ്കെടുക്കും, തോറ്റു തൊപ്പിയിടും, നാട്ടുകാർ കൂവി വിളിക്കും. ഇതെല്ലാം അമ്മണിമൂലയിലെ പിള്ളേർക്ക് മാത്രം. ആ, ഒരു കാര്യം സമാധാനമുണ്ട്. എന്തായാലും ഇതൊന്നും തുടങ്ങി വെച്ച നമ്മളല്ലല്ലോ, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷെ ഒരു കാര്യം എല്ലാ വർഷവും ഒരുപോലെ കേട്ടോ, തോക്കുന്നത് അമ്മണി മൂലക്കാരാ. ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട്. ആ ചാത്തനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം വെറുതെ. ഞാനും കണ്ടതാ. ആ സതീശനെയും കൂട്ടരെയും ഇവിടെ നല്ല തല്ല് തല്ലണം. പറഞ്ഞിട്ടെന്താ കാര്യം, എല്ലാം പോയില്ലേ. പക്ഷെ ഇതിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ നശിച്ച ആ വൈദ്യർക്ക് തന്നെയാ. അങ്ങനെ പറയാൻ പറ്റില്ല. ഗോപാലേട്ടൻ കണ്ടല്ലേ, അങ്ങനെ ആ ചാത്തനെ പിടിക്കാൻ വേണ്ടി കുറെ കിടന്ന് കഷ്ടപ്പെട്ട അവസാനം 3 ദിവസം പനിച്ചു പോയാണ്ടേ കിടന്നത്. ഗോപാലേട്ടൻ കണ്ടല്ലേ. ശരിയാ, വിധിയെടുക്കാൻ ആർക്കും പറ്റത്തില്ല. മോനെ അയങ്ങി തന്നേടാ. ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുത്. ഹലോ വൈദ്യരെ. ഇതെന്താ ഒരു പരിചയം ഇല്ലാത്ത പോലെ, ഇങ്ങോട്ട് വാ. ആടോ തല്ലരുത്. ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. അറ്റാക്കോ? ഈ കുട്ടിച്ചേത്തന്മാരെല്ലാം കൂടി അറ്റാക്ക്. എന്നെ കൊണ്ടാവും വിധം എല്ലാം ഞാൻ നോക്കിയ ചാത്തൻ രക്ഷപ്പെടുത്താൻ പറ്റാഞ്ഞിട്ടാ. ഞങ്ങള് രാത്രി മനയിൽ പോയപ്പോ അവിടെ അടിച്ചു മാറ്റിയതാ. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നു നോക്കാന്ന് വെച്ചാൽ അവർ എന്റെ കയ്യിലോട്ടൊന്നും തരണ്ടേ. ഇത് കെട്ടിപ്പിടിച്ചാ അല്ല ഗുളികൻ അല്ല പിശാചി നാട്ടിൽ തന്നെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. ഉണ്ടെങ്കിൽ വന്ന ബസ്സിന് തന്നെ പോവാലോ. മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറഞ്ഞോളൂ. അല്ല പോവാന്ന് ചിലപ്പോ സൈക്കിൾ ഇടിച്ചിരുന്നോളെ. പോ വരി വരിയായിട്ട് പോ. വരി വരിയായിട്ട് എന്തൊരു അവതാരങ്ങളാണ് ഈ വന്നത്. അങ്ങേരും കൊള്ളാം, അങ്ങേരുടെ കുടുംബവും കൊള്ളാം. ചക്കിക്കൊത്ത ചക്ക. അമ്മണിയേച്ചി, ചേച്ചി. ആരേത്? ശ്യാമളയോ? നിങ്ങൾ പൂരം കാണാൻ വരുന്നില്ലേ? പൂരം തുടങ്ങിട്ടോ. നിങ്ങൾ നടന്നോ, ഞാനിപ്പോ വരാം. ചോറ് അടുപ്പത്തിരിക്കണേ ഉള്ളൂ. കുട്ടികൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഊണ് കാലയും ചോദിച്ചിട്ടാ വരിക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വേഗം വരണോട്ടോ. വേഗം വരാം, വാങ്ങി വെക്കേ വേണ്ടു. നിങ്ങൾ നടന്നോ. നടക്കാൻ കണ്ടു.
ഇന്ന് കണ്ടോണം നിന്റെ അമ്മയുടെ ഷേപ്പ് ഞാൻ മാറ്റും. ആ നിങ്ങൾ ഞങ്ങളെല്ലാം ഒരുങ്ങിയല്ലോ. എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ വർഷത്തെ പൂരം എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എനിക്ക് കാണാമല്ലോ. ഗണേശൻ എന്നെ തല്ലു കുളിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായത് ഇവൻ. ഗണേശ നീ ഉത്സവത്തിന് വരുന്നില്ലേ? ഞാനില്ല, അച്ഛൻ പൊക്കോ. എന്താണ് നിന്റെ കയ്യില്? ഒന്നുമില്ല. ഇതെന്താ പടക്കോ?
അത് ശരിയാവില്ല. അവന്റെ മുണ്ട് ഷർട്ടും